സോക്സ് പങ്ക ഗായ്സ്. അപ്പൊ നമ്മൾ മുതുകാലനെ എടാ നിനക്ക് അമ്മ ഈ കൊച്ചു തട്ടി ഇപ്പൊ എന്നെ കൂടി കല്ലില്ല ഞാനാരെ പിടിക്കും. കിട്ടിയില്ലേ എല്ലാരും കൂടി വരും നമ്മൾ അലക്കുവന്ന് കേട്ട് കഴിഞ്ഞാല് കൂടെ വന്ന് അലക്കൂട്ട് നമ്മുടെ കൂടെ ഞാനല്ലാതെ കൂടെ വന്ന് എല്ലാരും അലക്കൂട്ടാണെങ്കിൽ അത് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാരും വന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് അലക്കും ഗൈസ്. ഇല്ലേ അമ്മേ നമുക്കൊരു സമാധാനം തരില്ല. അത് തന്നെ കണ്ടോ ഈ കല്ല് എന്ത് സ്ഥലമുള്ളത് അത് തന്നെ വരുന്നത്. അപ്പോഴേക്കും ഓടി വന്ന് ഞങ്ങൾക്ക് അലക്കാൻ സ്ഥലം തരില്ല. ഭയങ്കര കഷ്ടമാണല്ലോ. പുഴ എല്ലാവരുടെ സ്വന്തം സ്വന്തം പുഴ പോലെയാണ് പെരുമാറിക്കുന്നത്. അതല്ലേ അല്ലെങ്കിലും അതന്നെ. അപ്പൊ നിങ്ങളോട് ഞങ്ങൾക്ക് ഇന്ന് മോസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷെ അമ്മ പറയുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്തേലും മനസ്സിലായോ ഗായ്സ്? അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ പുഴയിലേക്ക് നല്ല അടിച്ചലക്കി കുളിക്കാനും നനയ്ക്കാനൊക്കെ നമ്മൾ വന്നേക്കോണേ ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ആയിട്ട് നമ്മുടെ തുണിയൊക്കെ ഇത് അലക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുഴ ചാടിക്കൊണ്ട് വ്ളോഗ് എടുക്കണമായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ തലയൊക്കെ നമുക്ക് കുളിക്കേണ്ടതുണ്ട്, തലയിൽ എണ്ണയൊക്കെ വെക്കണം. പിന്നെ പുഴയെ കുളിച്ച് കയറി കഴിഞ്ഞാൽ നല്ലൊരു റിഫ്രഷിങ് ആയിരിക്കും, കൂലായിരിക്കും ഗൈസ്. നിങ്ങൾക്ക് അറിയാലോ കൂലായിരിക്കും എന്നുള്ള കാര്യം ഗൈസ്. അപ്പോൾ നമ്മൾ മോസ്റ്റ് ആയിട്ട് നോക്ക് നമ്മുടെ ഈ കടവിന് നമ്മളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു. പേരിട്ട് നമ്മളിട്ട പേരല്ല, ഈ കടവിന് എല്ലാവരും വിളിക്കുന്ന പേരായിരുന്നു. നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഗായ്സ് നമ്മൾ ഇന്ന് ഔദ്യോഗികമായിട്ട് ആ പേരങ്ങ് മാറ്റാൻ വേണ്ടി പോവാണ്. നമ്മുടെ കടവിൻ്റെ പേര് ഇനി മുതൽ ഗുളികൻ കടവ് എന്നാണ് കേട്ടോ. അപ്പം മാത്രമല്ല അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ നമ്മുടെ ഈ കടവിന് ഗുളികൻ കടവ് എന്നായിരുന്നു അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെയാണ് ആ പേരൊക്കെ ഇവിടെ ചിലരൊക്കെ വന്നു കഴിഞ്ഞിട്ട് പേരൊക്കെ മാറിയത് കേട്ടോ. അയ്യോ ഇത് ഫോണാണേ, എൻ്റെ ദൈവമേ. ഹലോ അമ്മേ, പൈങ്കിളിയാണ് വ്ളോഗ് എടുക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവച്ചത്. അമ്മേ ഇതിപ്പോ വരുന്നില്ല, നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ഫോണോടെ വെച്ചാൽ മതി നിങ്ങൾക്ക് ബാക്കി വ്ളോഗ് എടുക്കണമെന്ന്. ഹലോ ബക്കറ്റ് വെക്കാൻ പറഞ്ഞായിരുന്നോ മാറ്റ? കണ്ടോ എന്നിട്ടിപ്പോ കുഞ്ഞാറ്റക്ക് എന്നാന്നല്ലേ? എന്നിട്ട് എന്നാ കുഞ്ഞാറ്റക്ക് എന്നാന്ന് അമ്മ അല്ലേ? അതൊന്നല്ല, കുഞ്ഞാറ്റക്ക് ഇപ്പൊ എന്നായിരുന്നു അല്ലേ? അവിടെ ആ എലി, ആ കരണ്ടന്റെ എലി നിപ്പുണ്ട് എല്ലാം ഒപ്പിച്ചിട്ട് മുതുകാലൻ. എടാ സത്യം ഉള്ളവരും പറയാലോ, നടുക്കത്തെ സിബ്ലിങ്ങിനാണ് ഏറ്റവും അവസ്ഥ. അതായത് എനിക്ക് പൈങ്കിള് ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കേൾക്കണം, വാവാറ്റ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കേൾക്കണം. എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. അതെ എന്റെ കൂടെ നിൽക്കാൻ എനിക്ക് ആരുമില്ല. സത്യം പറയാം, എനിക്ക് എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. ദൈവം മാത്രമേ ഉള്ളൂ, ദൈവം ഞാനും ഉള്ളു എന്റെ കൂടെ നിൽക്കാൻ. വേറെ ആരും എന്റെ കൂടെ നിൽക്കാനില്ല. എന്താ മേ ബാലി നെഹി ഹും മേ ഹനുമാൻ ഹും. ഗായ്സ് ഞങ്ങൾ ഹിന്ദി ക്ലാസ് എടുക്കൊന്നും അല്ലട്ടോ. അയ്യോ ഹിന്ദി പഠിച്ചു ഗായ്സ്. കണ്ടോ ഗായ്സ് എന്റെ കാലിൽ നല്ല 2 നിറമുള്ള എന്റെ സോക്സ് ആണ് ഗായ്സ് കണ്ടോണ്ടിരിക്കുന്നത്. കാല് നീട്ടി വെച്ചോണ്ടിരിക്കാൻ മീൻ കറി അല്ല അമ്മ, ഞാൻ കറിവേപ്പില നന്നായിട്ട് ആക്കിയിട്ട് എറിഞ്ഞാണ്. ഗായ്സ് അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് നമ്മളിപ്പം ഈ പാക്കാൻ ആ പോക്കാനെ ഒന്ന് എടുത്ത് കളാം ഗായ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കടവിന്റെ പേര് നമ്മള് ഗുളികൻ തറ എന്നാക്കി. ഗുളികൻ കടവ് എന്ന് നമ്മള് ആക്കിയിട്ടുണ്ട് ഗൈസ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ കല്ലിന് വലിയൊരു കഥയൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അമ്മച്ചിയൊക്കെ വരുന്നതിന് മുമ്പും കുറെ കാലം മുമ്പും, അതായത് നമ്മളൊക്കെ വരുന്നതിന് ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വലിയൊരു ആനപ്പാറയായിരുന്നു ഗൈസ് ഇത്. ഇപ്പൊ ഇത് വന്ന് കാലശേഷം വന്ന് പിന്നെ എന്താക്കി ഇങ്ങനത്തെ ഒരു പാറയായി മാറിയിരിക്കുകയാണ് നമുക്ക് അലക്കാനൊക്കെ വേണ്ടിട്ട് അല്ലേ മമ്മേ? ഇനി ഫ്യൂച്ചറിൽ ഈ പാറയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതൊക്കെ പൊട്ടിച്ച് എല്ലാവരും വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ അടുപ്പുണ്ടാക്കാനോ ഇല്ലേ, താമസിക്കാൻ വീടുണ്ടാക്കാനോ ഒക്കെ കൊണ്ടുപോയില്ലെന്ന് പറയാൻ പറ്റില്ല.
ഒരു ഉരുള് പൊട്ടിയാ പോരെ അതെല്ലാം ഒഴുകി പോകും. അത് തന്നെ ഇപ്പൊ ഈ കാണുന്നൊക്കെ ഇവിടെ ഉണ്ടാവും. നമുക്കൊന്ന് വയനാടാണെങ്കിൽ ഫുള്ള് ഉരുള് പൊട്ടുന്ന സ്ഥലമാണ് ഓൾറെഡി. ആ സ്ഥലത്ത് ഉരുള് പൊട്ടിയില്ലേ, അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മണ്ണ് തന്നെയാണ് ഏകദേശം ഇവിടെയുള്ള മണ്ണും. പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു അന്ന് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ദൈവമേ. കാരണം പ്രകൃതി അതേപോലെ ഇരുണ്ട് മൂടിയൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം സഹായിച്ചൊന്നും പറ്റിയില്ല. ഉരുള് പൊട്ടാൻ വേണ്ടിയിട്ടുള്ളത് കാരണം ഇങ്ങനെയൊക്കെ പണ്ട് സംഭവിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ നാട്ടില് അവിടെ ഒരു സ്ഥലത്തിലേറ്റ് ഉരുളെവിടെയോ പൊട്ടിട്ടുണ്ടെന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് പണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് പേടി. ദൈവം നമ്മളുള്ള സ്ഥലം കൂടി ഇവിടെ സേഫ് അല്ലേ എന്നൊക്കെ നമുക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് നല്ല പേടി ആയിരുന്നു. അപ്പൊ നോക്കിയ ഗൈസ് നമ്മുടെ മോസ്റ്റ് സോക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ സോക്സ് കണ്ടില്ലേ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇവിടെ സോക്സ് ഇടും, കിടക്കുമ്പോഴൊക്കെ സോക്സ് ഇടും. സോക്സ് അഴിച്ചിട്ടുള്ള ഒരു പരിപാടി നമുക്കില്ല കേട്ടോ. അപ്പൊ സോക്സ് ഒക്കെ അഴിച്ച് നമുക്ക് ദൂരെ കളയണം ഗൈസ്. ഉണ്ടോ സോക്സിന്റെ കളറൊക്കെ കണ്ടു നോക്കണ്ടേ ഗൈസ്. അപ്പൊ സോക്സ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം ഗൈസ്, ഇങ്ങനെ പങ്ങനെ മൂക്കിൽ അതാ മുങ്ങിപ്പോയി സോക്സ്. അഞ്ചുമണി കഴിഞ്ഞാൽ ഭൂതപ്രീത പ്രശാസികൾ ഇറങ്ങുന്ന അറിയാലോ. അയ്യോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഗൈസ്. ഇതൊക്കെ എന്റെ സോക്സ് രണ്ടെന്ന് വലിക്കട്ടെ. അയ്യോ സോക്സ് അടിക്കാൻ പറ്റുന്നില്ല. നല്ല കാലായിരുന്നു. എന്താ അയ്യോ അതാ മമ്മ തല കുളിക്കാൻ തുടങ്ങി. കാട്ടുള്ളി മണക്കുമ്പോൾ ഇതും ഒരു മണം. നമുക്ക് ജലദോഷം ഉണ്ട്, ഒറ്റയടിക്ക് പോലാടാ എന്റെ സോക്സ് പങ്ക. ഞങ്ങൾ കാണിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല അല്ലേ. സമയം അതെ അതെ എന്റെ കാലിലേക്ക് നല്ലത്. എന്റെ കാല്, എന്റെ സുന്ദരമായ കാലുകളിൽ ചവിട്ടാൻ പാടില്ല. എന്നെ നാഗം പൊട്ടോട്ട് എന്താ പ്രശ്നം? എന്റെ കണ്ട എന്റെ കാലിന് പറ്റില്ല, കുഞ്ഞാച്ചി നല്ല പറ്റില്ല. അല്ലെങ്കിൽ പണ്ടേ ഒരു ഗ്രൂപ്പ് സൈസ് എന്നെ ഒട്ട പുറത്താക്കിയല്ലേ. ആകെ ഒരു ഡയലോഗ് അറിയുള്ളൂ. 24 മണിക്കൂർ അടിച്ചോണ്ടിരിക്കും ഇതേപോലെ അല്ലേ വാറ്റേ. അപ്പൊ ഗായ്സ് നമുക്കിനി ചാടി മാർക്കി നമ്മൾ വൈബാക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കേ മമ്മ നോക്ക് താള് വെച്ച് ഇപ്പഴേ സ്ഥലം. ഹലോ ഹലോ പ്ലീസ് എനിക്ക് ഇവിടെ 10 ബിഗ് ബോസ്, എനിക്ക് വീട്ടില പോണം. ബിഗ് ബോസ് അല്ല ഗുളികൻ. ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു ഹോം. ഗായ്സ് ഇപ്പം നമ്മൾ മോസ്റ്റ് ആയിട്ട് തലയിൽ എണ്ണ വെക്കണം, തല കുളിക്കണം, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഈ പാറേനെ ഞാൻ ശരിക്കും ഒന്ന് കാണിച്ചു തരാം, പരിചയപ്പെടുത്താം. ഇനി ഫ്യൂച്ചറിൽ ഈ പാറയൊക്കെ ഇവിടെ ഉണ്ടാകുമോ, നമ്മൾ ഇനി ഇവിടെ വന്ന് അലക്കുവോ, ഒന്നും നമുക്ക് കുളിക്കുവോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കിടക്കുന്നതൊക്കെ നമ്മുടെ വലിയ വലിയ മെമ്മറീസാണ്. നമുക്ക് ഓർക്കാനും പറയാനൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലേ മമ്മേ. നാളെ നമുക്ക് എന്താവുന്ന അടുത്ത നിമിഷം എന്താവുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ സെക്കൻഡും നമ്മൾ മോസ്റ്റ് വൈബ് ആൻഡ് എൻജോയ് നമ്മൾ ആക്കിക്കൊണ്ട് പോവാം. അപ്പം നമുക്ക് ഈ പാറയൊക്കെ ഫുൾ കണ്ട് പരിചയമൊക്കെ പെട്ട് മോസ്റ്റ് ആക്കാം. അപ്പോൾ മുമ്പ് പ്രീവിയസ് ആയിട്ടിട്ട വ്ളോഗുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ ഈ പുഴയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, തുള്ളിയിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, കുളിച്ചിട്ടുണ്ട്, മോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാൻ ആരും മറക്കണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഞാൻ ലിങ്ക് ഒക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടേക്കാം. ഇഷ്ടമുള്ള വ്ളോഗ് നിങ്ങൾ എപ്പോൾ എവിടെയും പോയി കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്താക്കാം, മോസ്റ്റ് അടി പാറയൊക്കെ നിങ്ങളുടെ സീരിയസ് ആണ് ഗായ്സ്. അപ്പം നമ്മുടെ ഈ പാറേൻ്റെ ഒരു ആകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ആകൃതിയാണ് കേട്ടോ. നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു ഷേപ്പ്ലെസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് നിന്ന് അലക്കാൻ പറ്റും. അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറേൻ്റെ ഒരു കണ്ടിന്യൂസേഷൻ ആയിട്ടാണ് ഈ പാറയുള്ളത്. ഈ പാറയിൽ എത്ര പ്രാവശ്യം നമ്മളൊക്കെ അടിച്ച് വീണിട്ടുണ്ടെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. മാത്രമല്ല ആ പാറയെന്ന് കണ്ടില്ലേ ഇങ്ങോട്ടേക്ക് നമുക്ക് ഇതുണ്ടോ, ആ പാറേൻ്റെ കണക്ഷനായിട്ട് നമുക്ക് ഇത് പുഴയിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ പുഴ ഞാൻ ഇറങ്ങി, പുഴയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കണക്ഷൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതുണ്ടോ ഇതുണ്ട്, ഇവിടെ വേറൊരു അതിൻ്റെ ഒരു പീസ് കഷ്ണം അത് ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ഇത് കൊണ്ടോ ഫുൾ അങ്ങനെ പാറകളാണ്. അപ്പുറം അവിടെ നമ്മുടെ വെള്ളച്ചാട്ടമില്ല, അവിടെയും ഫുള്ള് പാറകളാൽ മൂടക്കപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് ഗുളികൻ കടവ് എന്ന് പറയാനുള്ള വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗുളികന്റെ സാന്നിധ്യം മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അല്ലേ മമ്മേ? അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവിടെ മോസ്റ്റ് പാറ നിന്നെ വിളിക്കുന്നത്, ഗുളികന്റെ സാന്നിധ്യം ഇവിടെ മോസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ലേ?
അതുകൊണ്ടാണ് ഇവിടെ പേര് വരാനുള്ള കാര്യം തന്നെ. നമ്മുടെ പപ്പേന്റെ അച്ഛൻ പറയാൻ ഇങ്ങോട്ട് വരാൻ ഒരിക്കലും വരരുത്, കാരണം എസ്പെഷ്യലി ഈവനിങ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരില്ല. കാരണം അത്രയ്ക്കും ഗുളികന്റെ ഒരു പ്രസൻസ് ഇവിടെ മോശമായിട്ടുണ്ട്. അത് പങ്കന്റെ മേത്താണ് മെയിൻ ആയിട്ട് കയറാറുള്ളത്. പിന്നെ മമ്മേന്റെ മേത്ത്, അവന്റെ മേത്ത്, അങ്ങനെ എല്ലാവരുടെയും മേത്ത് കയറിയ ഇത് കാണുമ്പോ എനിക്ക് കയറാതിരിക്കുവോ? കാണുമ്പോ എനിക്കും കയറും. ഇല്ല വലിയ സ്പെഷ്യാലിറ്റി ഇവിടെ വന്നിരുന്നവരുടെ മേത്തൊക്കെ ഗുളികം കയറും അല്ലേ മമ്മ? കണ്ടോ അമ്മ മൊത്തം സോപ്പിടുവാണ് താളി വെച്ചിട്ട്. ഹലോ താളിയാണോ? അയ്യോ അമ്മന്റെ ജുവാനെ റോസ് ആയിട്ടുണ്ട്. അപ്പൊ നോക്ക് ഇവിടെ പങ്കൊന്ന് ഇറങ്ങടാ, ഈ പാറ കാണിച്ചു എടാ ഒന്ന് ഇറങ്ങടാ, നിന്നോട് ഞാൻ പറഞ്ഞു ഇറങ്ങടാ, നീ ഇറങ്ങടാ. ഗായ്സ് നോക്കി ഈ പാറയിൽ വെച്ചിട്ടാണ് നമ്മൾ അലക്കുന്നത്, കുളിക്കുന്നത്. നിന്ന് നമുക്കെല്ലാം ചെയ്യാം അല്ലേ ബാബാറ്റി? ഇതുണ്ട് ഈ പാറന്റെ ഷേപ്പ് കണ്ടോ? എന്നോട് അത്ര ചിരിക്കാൻ പക്ഷെ അതല്ല, വേറെന്തോ ഉണ്ട് കൊച്ചിന് ചിരിക്കാൻ. അല്ല ഇപ്പൊ വരുവേ പവോ വരെ. ഇതൊക്കെ ഗൈസ് മോസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാറേന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. ഇതുണ്ടോ? ഇവിടെ വേറെ പല ഷേപ്പുകളും നമുക്ക് കാണാൻ പറ്റും. മറ്റേ തേരോ ചേരിന്റെ അല്ലേ ഗൈസ്? ഇതുണ്ടോ ചേരിന്റെ കായാണ്. ഇതുണ്ടോ ഇത് ചേരിന്റെ കായാണ്. ഇതുണ്ടോ ആ നിൽക്കുന്ന ചേരിന്റെ മരാണ്. അതും ചേരല്ലേ? അതോ ആണോ? അപ്പൊ ഈ കാണുന്നുണ്ടോ? അല്ലല്ലോ, ഈ നിൽക്കുന്ന ചേരുമാരാണ് ഗൈസ്. കണ്ടോ ഈ കായ്ക്ക് വലിയൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ കായ്ക്കല്ല ഈ മരത്തിന്. നമ്മൾ നമ്മുടെ കുണ്ടചേട്ടന്റെ പുഴയിൽ പോകുന്ന സമയത്ത് അവിടെ ഇതിന്റെ ചോട്ടിൽ ഈ മരമുണ്ട്. അപ്പൊ നമ്മൾ കുളിച്ചൊക്കെ കഴിയുമ്പം നമുക്ക് മേല് ഇങ്ങനെ ചൊറിഞ്ഞടിക്കാൻ തുടങ്ങും. കാരണം ഈ മരത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതിന്റെ എന്തോ നമുക്ക് നമ്മുടെ ശരീരത്തിന് പറ്റില്ല. എന്താന്ന് എനിക്കറിയാം. എന്താ അലർജിക്ക് എന്താ അത് സംഭവം? അത് ചിലർക്ക് എന്താ അതിന്റെ എന്താ പക്ഷെ ആളുകാർക്ക് പറ്റില്ലാത്ത അതാ അവിടെ ഗുളികൻ തറയല്ലോ മണ്ട. അല്ല ഗുളികൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊറിയാൻ തുടങ്ങി. എനിക്ക് അങ്ങനെ ചൊറിയിട്ടോ. പക്ഷെ അതിന് പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യുന്നത് കാഞ്ഞമരത്തിന്റെ 3 വലം വെച്ചാൽ മതി എന്ന് പറഞ്ഞേ ആ ചൊറിച്ചില് കാരണം അങ്ങനെ എന്തോ ഉണ്ട്, അതിനെന്തോ ശാസ്ത്രം ഉണ്ട് ഗൈസ്. അത് നമ്മുടെ ഒരു ദേശത്തിന്റെ കഥയിലുണ്ട്, അത് പറയുന്നുണ്ട്. ഒരു ദേശത്തിന്റെ കഥയിൽ പറയുന്നുണ്ട്. വായിച്ചവർക്കറിയാം, എന്നെ പോലെ വായിക്കുന്നവർക്കറിയാം, എന്നെ പോലെ വായിച്ചവർക്കറിയാം. പകുതി ദിവസം നിർത്തി സ്ഥലം വിടുന്നവരല്ലേ പിന്നെ ബുക്ക് നിന്നോടാണ് മേത്ത് വെള്ളമൊക്കെ ഞാൻ പറഞ്ഞോടാ കാലമാടാ. ഇവിടെ മനുഷ്യൻ മര്യാദക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ ഇവിടെ എന്റെ പാറ കാണിക്കാൻ വന്നതാണ്. പക്ഷെ നിങ്ങൾ സമ്മതിക്കുന്നില്ല. എടാ നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിലത്തിറങ്ങിയൊക്കെ ഈ കാഴ്ചന് ഞാൻ ഈ പാറ് അതോ മറ്റേ ആ പയ്യനെ ഞാൻ വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നുണ്ടോ കുറെ നേരം ഈ തവള കുഞ്ഞു കളിക്കും. ഗൈസ് എടാ നിങ്ങളൊന്ന് പ്ലീസ് ഹലോ ഈ പാറ ഒന്ന് കാണിക്കണം. അതിന്റെ മറ്റേ പവ ഒന്ന് എടുത്ത് ദൂരെ കളാടി എം തല കൊടുക്ക്. എടാ മുതുകാല ഡ്രസ് വ്ളോഗ് എടുക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞോ. എനിക്ക് പറ്റുന്നില്ല. അമ്മേന്റെ കാലിൽ കണ്ടിറക്കട്ടെ. മനുഷ്യന്റെ രൂപം ഉണ്ട് കണ്ടോ? ശരിക്കും ഞണ്ടിപ്പ് വന്നിട്ട് എനിക്കറിയാം. എടാ നിങ്ങളൊന്ന് മാറൂ. ഹലോ കണ്ടോ ഈ പാറയിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ മറ്റേ ഹലോ നമുക്ക് ഈ പാറയിൽ നിന്നിട്ട് ഇങ്ങനെ സാഹസകരമായ കാര്യങ്ങളൊക്കെ കാണിക്കാം. കണ്ടോ ആ പാറേന്റെ ഒക്കെ ബാക്കിയാണ് ഗൈസ് ഈ കാണുന്നതും. ഇത് ഈ പാറയൊക്കെ കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇതുണ്ടോ ഈ ഇവര് നിക്കുന്നതും പാറയാണ്. ഇതുണ്ടോ നിക്കുന്നത് പാറയിലാണ്. കണ്ടോ ഇതാണ് നമ്മുടെ പാറേന്റെ ഒരു മോസ്റ്റ് ഷേപ്പ് എന്ന് പറയുന്നുണ്ടോ. ഇതാണ് നമ്മുടെ പാറേന്റെ ഷേപ്പ്. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ല, ഒരു ലവ് ഹേർട്ട് ഷേപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നും. കണ്ടോ ഇവിടെ ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ഹേർട്ട് ഷേപ്പ് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അമ്മേ ഇത് പ്ലമ്മി അയ്യോ താളി ഗൈസ് അങ്ങനെ അടിച്ചു വിടുന്നത്. ക്യാമറ വെള്ളത്തിലാക്കാൻ സമയമില്ല ഗായ്സ്. അപ്പം നമുക്ക് അതിന്റെ കണ്ടിന്യൂസേഷൻ ആയിട്ടുണ്ടല്ലോ നമ്മൾ ഈ നിൽക്കുന്നത് ഈ നടക്കുന്ന ഈ സ്ഥലം കണ്ടോ. നമുക്ക് അണ്ടർ വാട്ടർ സീനൊക്കെ നമുക്ക് കാണിച്ചു കേട്ടോ. അതുകൊണ്ടോ ഇതൊക്കെ പാറയാണ്, ഇത് ഈ കാണുന്ന പാറയാണ്. ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ മുഴുവൻ പാറയാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യുന്നുണ്ടോ ഈ പാറയൊക്കെ ആരോ എടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട പോലെ കണ്ടോ, ഒരു ഷേപ്പിൽ കിടക്കുന്നുണ്ടോ. ശരിക്കും ആരോ പാറ എടുത്ത് മാറ്റി വിട്ടോലാണ് ഗൈസ് ഇത് കാണുന്നത്. പിന്നെ ഇതാ ഇവിടെ ഒരു പാറ കഷ്ണം, 2 പാറ കഷ്ണങ്ങൾ കണ്ടോ. പിന്നെ ഈ പാറ ഏകദേശം നമുക്ക് അതേപോലെ തോന്നും. ഈ കഴിഞ്ഞ മഴയ്ക്ക് ഫുള്ള് ഇതേ മണൽ വന്നിട്ട് മൂടിയിട്ട് ഇതേ എൻ്റെ മുട്ടിൻ്റെ അത്രയും പോലും വെള്ളമില്ല. അപ്പം ഇത്രയും വെള്ളമാണുള്ളൂ. അന്ന് മുട്ടിൻ്റെ അത്രയെങ്കിലും വെള്ളം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇത്ര ജസ്റ്റ് ഇപ്പം വെള്ളം അതേ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മഴ പെയ്ത് വന്ന് കൂടിയിട്ട് നമുക്കിപ്പോൾ അത്രയും പോലും നമുക്ക് എത്തുന്നില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് വേറൊരു പാറയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കണ്ടിന്യൂസേഷനായിട്ട് വരും കേട്ടോ. ഇതുണ്ടോ ആ കാകൾ കിടക്കുന്ന ഇഷ്ടം പോലെ നമ്മുടെ ഈ ചേരിൻ്റെ അല്ലേ ചേരിൻ്റെ കാകൾ ഇതുണ്ടോ ഗൈസ് ഉണ്ടോ എന്തോരാ നോക്ക്.
ഇതുണ്ടോ എന്തോരാന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് എവിടെയൊക്കെ ഇതാണോ, ഇതാണോ ചോട്ടിൽ തന്നെ ഇതേ മരം നിൽക്കുന്നത്. എനിക്ക് മരം അറിയില്ല. നമ്മൾ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അടിപൊളി സീനറി ഫോട്ടോയും വീഡിയോ ഒക്കെ ധാരാളം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇഷ്ടം പോലെ കായ്കളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുരങ്ങന്മാരൊക്കെ വന്നുമ്പോൾ അത് പറിച്ച് തിന്നുമൊക്കെ ചെയ്യുവേ. അപ്പോൾ ഇതുണ്ടോ ഇതൊരു പാറയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അടിപൊളി നമുക്ക് സീനറിയൊക്കെ മോസ്റ്റാണ് എൻ്റെ ഗായ്സ്. ഉണ്ട് അവിടെ നിന്ന് സൺലൈറ്റ് അടിക്കുന്നു ഇങ്ങോട്ടേക്കും. മോസ്റ്റ് കൂലാണ് ഗൈസ്, കൂലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തഴയൊക്കെ സൈഡിൽ നിന്നുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തഴേൻ്റെ തൈകളാണ്. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞത് വീട്ടിൽ കൊണ്ട് നമുക്ക് നട്ട് കഴിഞ്ഞാൽ മോസ്റ്റ് ആയിട്ടുണ്ടാകും. നമ്മുടെ തഴ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുഴേനെയൊക്കെ സത്യം പറഞ്ഞാൽ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പുഴയൊക്കെ ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മരമാണ് നമ്മുടെ തഴ, ഇല്ലി, ഓട. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഇതേ നായിൻകളത്തിൻ്റെ തോട്ടമാണ് അവിടെ നിൽക്കുന്നത്. അതൊക്കെ പുഴേനെ മോസ്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ പുഴേൻ്റെ സൈഡൊന്നും ഇടിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. പിന്നെ അവിടെ അവർ ക്ലീൻ ചെയ്തപ്പോൾ കണ്ടില്ലേ മുഴുവനും അടുത്ത ഓട ഇപ്പോൾ ഒരു കുറച്ച് പോലും മുളച്ച് വന്നിട്ടില്ല ഗൈസ്, മുഴുവനും ഇല്ലാതായിട്ടുണ്ട്. ഇതുണ്ടോ തഴേൻ്റെ കുറച്ച് തൈകൾ നമുക്ക് പറിച്ചുകൊണ്ട് പോകണം ഗൈസ്, നമ്മുടെ വീടിൻ്റെ സൈഡ് നമുക്ക് പിടിപ്പിക്കാനത്. പിന്നെ ഒരു കഷ്ണം പിടിച്ചു വന്നാൽ മതി, പിന്നെ അങ്ങോട്ട് ഇത് ഞാൻ പറിച്ചു ആ ആണോ തഴച്ചങ്ങോട്ട് വളരും കേട്ടോ. ഇഷ്ടംപോലെ മോസ്റ്റ് ആയിട്ടുണ്ടാവേ, ബിഗ് മോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതുണ്ടോ ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ധാരാളത്തിന് ഇപ്പം ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇഷ്ടംപോലെ പച്ചത്തവളകളുണ്ട്, പാമ്പുണ്ട്. നമുക്ക് രാത്രിക്കൊക്കെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് പച്ചത്തവളകളൊക്കെ കുറയ്ക്കുന്നതിന് പട്ടയാണോ പച്ചത്തവളകൾ കാര്യം നമുക്ക് ശരിക്കും നല്ല ബ്രോ നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. വരാം. നമ്മുടെ പോക്കാച്ചീനെ അത് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഗൈസ് മിസ് ചെയ്യുന്നുണ്ട്. കണ്ടോ ഇത്രയും കുഞ്ഞ് തഴയ്ക്ക് തന്നെ കണ്ടോ, ഇത്രയും ആന മുള്ളുകളുണ്ട്. കണ്ടോ ചെറിയ ഒരുപാട് തൈകൾ. ഇതുകൊണ്ടോ തഴയ്ക്ക് മോസ്റ്റായിട്ട് കണ്ടോ ഗൈസ് തൈകളുണ്ടാകുന്നത്. അപ്പം നമുക്ക് ഈ തൈകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാം. മോസ്റ്റാണ്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ ഒക്കെ സൈഡിൽ നടുവാണെങ്കിൽ ഗൈസ് മോസ്റ്റ് ആയിരിക്കും. കാരണം കുളത്തിൻ്റെ സൈഡിലാണ്, പിന്നെ വെള്ളം ഓൾറെഡി ഉള്ള സ്ഥലമാണ്, നമ്മുടെ തവളകൾക്കൊക്കെ ഇരിക്കാൻ പറ്റും. കാരണം കുളം എന്നൊക്കെ പറയുമ്പോൾ തവളയൊക്കെ മോസ്റ്റായിട്ട് വേണ്ടതാണ് ഗൈസ്. അപ്പോൾ ഏകദേശം കുറച്ചൊരു 5-6 തൈകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സൈഡിലും കുറച്ചും കൂടി തൈകളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് മാത്രം പറിച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമുക്കിനി ചാടണം, പറയണം, താളി തേക്കണം, കുറേ പരിപാടി ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഇവരൊക്കെ ഇവിടെ നിന്നിട്ട് എന്നെ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോയി തവള കയറിയതാണോ? പങ്കൻ അത്ര പോയില്ല, പോടാ അങ്ങോട്ട്. അപ്പം നമുക്ക് ഇവിടെ വെക്കാം കേട്ടോ ഗൈസ്. അയ്യോ സോറി ഗൈസ്. അപ്പോൾ അതെ മോസ്റ്റായിട്ട് മമ്മ ഇപ്പോഴേ ചാടാനുള്ളൊരു പരിധി മീൻസ് തയ്യാറെടുപ്പാണോ ജുവാന? ജുവാനൻ്റെ ഒറ്റയ്ക്കുള്ളൊരു ചാട്ടം നമുക്കുണ്ടല്ലോ. ഗെറ്റ് സെറ്റ് ഗോ. എന്റെ മമ്മ കൗണ്ട്. മമ്മ ഒരു കാര്യം ചെയ്യാം, മമ്മേന്റെ അണ്ടർ വാട്ടർ സീൻ നമുക്ക് സൂപ്പറായിട്ട് അങ്ങ് എടുത്താലോ. സന്തോഷായോ? നീ എടുക്കണ്ട ആൾക്കാരാ, ഞാൻ ഒറ്റയ്ക്ക് എടുത്തോ. മോസ്റ്റ് മമ്മ അണ്ടർ വാട്ടർ സീൻ എടുക്കാം. അണ്ടർ വാട്ടർ സീൻ എടുക്കാം മോസ്റ്റ് ആയിട്ട്. അതന്നെ മോസ്റ്റ് ആയിട്ട്. ഹലോ അയ്യോ പാഞ്ചലയുടെ വസ്ത്രശം എന്ന് പറഞ്ഞാൽ എന്നെ മുണ്ടയ്ക്കണം. അയ്യോ അടിയിലൊന്നും കാണില്ല. അയ്യോ അടിയിൽ എന്തെങ്കിലും കാണും, അവരെ പിടിക്കാൻ സത്യം പറഞ്ഞാൽ ഈ ഷർട്ടൊക്കെ കഴിച്ച് ദൂരെ കളയാൻ തോന്നുന്നുണ്ട് ഗൈസ്. കാരണം അത്രമേലെ എനിക്ക് ഹാഫി എടുക്കുന്നുണ്ട്. ചൂട്ട് എന്താ പറയാ, ചൂട്ട്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ വാവാരി ഇന്ന് വ്ളോഗ് ഇടുന്നുണ്ട് ഗൈസ്, എല്ലാവരും ഒന്ന് കണ്ടേക്കണം. ചിലപ്പോൾ എനിക്ക് മുമ്പേ പോസ്റ്റ് ചെയ്യുന്നതാണ്, ചിലപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റുകൾ പറയാൻ പറ്റില്ല. യുഗങ്ങൾ എടുക്കും പോസ്റ്റ് ചെയ്യാൻ. അത്രയ്ക്ക് കോമഡി ആയിരുന്നു. വാവാരിക്ക് ഞാനാണ് മോസ്റ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നത് ഗൈസ്, നിങ്ങൾക്ക് അറിയാമോ. കുഞ്ഞാച്ചിന്റെ ഓർത്താ മതി. ഹലോ പ്ലീസ്, ഞാനല്ല ക്യാമറയിൽ വരുന്നത്, വാവാറ്റാണ് വരുന്നത്, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ തലക്കെട്ട് ഇങ്ങനെ ചവിട്ടൊക്കെ കൊടുക്കണം. ചവിട്ടെടുത്താലാണ് വാട്ടിക്ക് മോസ്റ്റ് സന്തോഷമുള്ളൂ അല്ലേ വാവാറ്റ? അയ്യോ എന്താ കാലമാണ്. ഓക്കെ ഗൈസ്, നമുക്ക് 5 മണി കഴിഞ്ഞാൽ ഇവിടെ പ്രേതഭൂത പിശാചുകളുടെ ശല്യം ഉണ്ട് കേട്ടോ അല്ലേ പറ്റി? അതെ. അപ്പൊ അതിനു മുമ്പ് നമുക്ക് തല കുളിച്ചിട്ട് ഇവിടുന്ന് പോകണം. ഞങ്ങളൊക്കെ പണ്ട് പുഴയിൽ പോകുന്ന സമയത്ത് 6 മണി 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പുഴയിൽ കയറുന്ന ചരിത്രമൊക്കെ ഉണ്ട്. എന്റെ ദൈവമേ, പന്നി ഓടും കഴിച്ച് മുമ്പിൽ കൂടിയില്ലേ അമ്മേ? നിങ്ങൾ ഓർക്കുന്നില്ല? ഒരു പന്നിയൊന്നും ഒന്നും വന്നിട്ടില്ല. പക്ഷെ നമ്മുടെ മുമ്പിൽ കൂടി വരെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ആയിട്ട് ഒന്നും ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു മോസ്റ്റ് അല്ലേ? മനുഷ്യന്മാരെക്കാളും ഇതുണ്ട് മൃഗങ്ങൾക്ക് കായ്സേ. എന്താ പ്രശ്നം എന്നൊന്ന് പറഞ്ഞുതരോ? മഴ പെയ്യുന്ന ഓർക്കുന്നുണ്ടോ? ഒഴുകിപ്പോയത് ഇത്രയും വെള്ളമായിരുന്നു. ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയും വെള്ളമൊന്നുമില്ലേ? അത്രയും വെള്ളം കയറിയേ ഉണ്ടായിരിക്കുന്നുണ്ട്.
അതോ നിന്റെ തലയെ കൊണ്ടൊന്ന് പോകുമെന്ന് ദയവ് ചെയ്ത്. എനിക്കെങ്കിലും നീ ക്യാമറ കട്ട് ചെയ്യാനുള്ള ഒരു അവസരം തരാതിരിക്കും പ്ലീസ്. നമ്മുടെ മോസ്റ്റ് താളി അപ്പൊ നമ്മൾ ഗുളികൻ പാറയിൽ ഇരിക്കുവാണ് ഗൈസ്. വൈകുന്നേരം ആവാനായി എണ്ണ വെച്ചില്ല എണ്ണയില്ലാത്ത പോലെ കിട്ടിയ ചാൻസ് അങ്ങനെയൊക്കെയുള്ള പ്രതികാരം ചെയ്യാൻ പറ്റുന്നത്. കഞ്ഞിവെള്ളം എടുക്കാൻ മറന്നു പോയിട്ടോ. അതാണ് കഴുക് പാമ്പാണോ തവളയാണോ? അതാ ബെസ്റ്റ്. അതോ ഫോണാണോ? കാലമാടാ ഗൈസേ. ഇത് കണ്ടോ മോശം നമ്മള്. അയ്യോ എനിക്ക് അമ്മ തണക്കുന്ന അമ്മ കണ്ടോ ഗൈസ്. മോസ്റ്റ് ആയിട്ട് അമ്മ താള് ചേച്ചി തരാണ് കേട്ടോ. കഞ്ഞിവെള്ളം എടുത്താണെങ്കിൽ തലയിലൊരു ഈർപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നന്നായിട്ട്. കല്ലാണോ? കല്ലാണ് അമ്പ. തലയിലിപ്പൊ മുടി മോസ്റ്റ് വളർന്നിട്ട് ഒരു രക്ഷയില്ല ഗൈസിലെ പറ്റി. ഒരു മോസ്റ്റ് ആണ് ഗൈസ്. ഇതുണ്ട് തല ഫുള്ള് നിറച്ച് ഇതാണ്. ഹലോ പ്ലീസ് പ്ലീസ് തല ഇതാ മമ്മ കുളിപ്പിക്കണ്ട തലയിൽ. വെള്ളത്തിൽ നിൽക്ക്. അയ്യോ തല നന്നായിട്ട് തല മുടിയില്ല തല ഓട്ടിയില്ലേ അതുകൊണ്ടേ. ഓട്ടിയുണ്ടോ? അത് കള എന്തെങ്കിലും കാണുമോ? തലയോട്ടിയിലാണ് കേട്ടോ. നമ്മള് താഴെ നന്നായിട്ട് നമ്മൾ ഉറച്ച് തേച്ചിട്ട് നമ്മൾ നന്നായിട്ട് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ മാന്തിയിട്ട് നമ്മൾ കഴുകണം. അത് മതിയുടെ അനിയും കഴുകാനുള്ളൂ. അനി കഴുകത് എന്റെ മമ്മ എനിക്ക് അങ്ങനെ 2 മുടിയല്ലേ ഉള്ളൂ. ഇത് തേക്കാൻ തുള്ളി പോരെ അല്ലേ വാക്കി. അയ്യോ കഴുകടാ. കഴിക്കോ 5-10 മിനിറ്റ് നിക്കണ്ടേ? 5-6 പ്രാവശ്യം കഴുകുന്നില്ലേ? 5-10 മിനിറ്റ്. ഒറ്റ പ്രാവശ്യം ഇത് കണ്ടോ? ഇവിടെ തൊട്ടാല് വാടുന്ന ഒരാളുണ്ട്. തൊട്ടാല് വാടുന്ന ആളെന്ന് കാണിച്ചിട്ട് തൊട്ടാൽവാടി. പങ്കപ്പനാണോടെ? കുഞ്ഞിപ്പങ്കപ്പന് തല ഫുള്ള് നോക്കി ഗൈസ്. നോക്കിയിട്ടുണ്ട്. പക്ഷെ ക്യാമറ ഈസ് നോട്ട് ഇൻ മൈ ഫേസ്. ഓൺലി ദിസ് ഫേസ്. കഴുകടാ. അയ്യോ മോസ്റ്റഡിനെ കഴുകാം ഗൈസ്. ഉണ്ടോ സൂര്യൻ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇനി അസ്തമിക്കാൻ കുറച്ച് സമയം മാത്രമാണ് ബാക്കി നിൽക്കുന്നുള്ളൂ കേട്ടോ. 5 മണിയായോ മമ്മേ? അയ്യോ വേഗം നമുക്ക് സ്ഥലം വേണ്ടതായിട്ടുണ്ട് ഗൈസിലെ പറ്റി. ഇനി നമുക്ക് വൈബാക്കേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി മോസ്റ്റ് നമുക്ക് തല കുളിക്കണം. ഫോൺ അതിൻ്റെ ഉള്ളിലുണ്ടോ? അപ്പൊ നമുക്ക് ബി സേഫ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തല മോസ്റ്റിട്ട് കുളിക്കണം അല്ലേ അമ്മാമ്മേ? നമുക്ക് തല കഴുകാം. അമ്മ കഴുകാൻ കഴിയും. താളിയിൽ കുളിപ്പിക്കുകയാണ് ഗൈസേ. നമ്മൾ താളിയൊക്കെ തേച്ചോ സെറ്റാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ താളി തേച്ചാണ് ഗൈസ് കുളിക്കാറുള്ളത്. ആക്ച്വലി ശരിക്കും നമ്മൾ താളി തേച്ച് തന്നെ ശരിക്കും നമ്മൾ കുളിക്കണം. കാരണം നമ്മൾ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ തല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. തലമുടി നന്നായിട്ട് ഉണ്ടാവും. തലമുടിയിൽ നമുക്ക് ഈ അകാലനിര വരും. അതുപോലെ തന്നെ എന്താ പറയാ അല്ലേ അകാലനിര വരില്ലേ? അതുപോലെ തന്നെ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമുക്ക് പ്രായമാവാതെ നരയ്ക്കാന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മുടെ താളി മോസ്റ്റായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ താളിയൊക്കെ തേച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് എന്നും കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല. ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യമെങ്കിലും നമ്മൾ താളിയിട്ട് നമ്മൾ തല കഴുകിക്കണം. അപ്പോൾ ഉണ്ട് ഈവനിങ് ആയതുകൊണ്ട് ഞാൻ ചീപിടുകൾ ധാരാളത്തിന് കാഴ്ച കരയുന്നുണ്ട്. മഴ കുറവാണ്. അതൊരവസ്ഥയാണ്. അപ്പം അമ്മ കാഴ്ചേ മീൻ തിമിർക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പൊ അയ്യോ അടിപൊളി അടിപൊളി. തലയിലുള്ള താളിയൊക്കെ നമ്മളിത് കളയാണ്. തലയിലുള്ള ചെളി മുഴുവൻ പോട്ടെ. വേണ്ട
പിന്നെ നമുക്ക് വേണമെങ്കിലും മുടി നമ്മുടെ ഈ കുടുക്കുന്ന തറയിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ഗൈസ്? ഇതുണ്ടോ, ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഉരയ്ക്കാം, അലക്കാം. മുടി ഉള്ളപ്പോഴല്ലേ ഗൈസ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര നാളിൽ ഈ തലയിൽ ഈ മുടി ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ സ്വഭാവം കൊണ്ട് ഞാൻ എപ്പോഴാണെങ്കിലും മുടി പോയിട്ട് വെട്ടിക്കാം അല്ലേ? പക്ഷേ ഇപ്പൊ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് തലയിൽ ഈ മുടി നിൽക്കാൻ തുടങ്ങിയിട്ട് ഇല്ലേ? എൻ്റെ മുടി യുനോ നമ്മുടെ ഈ കണ്ണിങ്ങോട്ട് അല്ലെ ചെവിൻ്റെ താഴെ ഇറങ്ങുമ്പോഴേക്കും കട്ട് ചെയ്ത് കളയും. അതാണ് പതിവ്. പക്ഷേ ഈ പതിവ് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം മുടി ഉണ്ടായി കഴിഞ്ഞാലുള്ള സ്റ്റൈൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കണ്ടേ. യെസ്, അപ്പം മുടീൻ്റെ കാര്യമൊക്കെ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പം മുടിയിൽ കാണാനാണ് ഗായ്സ് എല്ലാവർക്കും എന്നെ ഇഷ്ടം എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ മോസ്റ്റ് ആയിട്ട് നമുക്കിനെ നീന്തി തിമിർക്കാനുള്ള പരിപാടിയിലാണ് നമ്മൾ, അല്ലേ ഗായ്സ്? പങ്ക നീന്തല്ലേ? ഹലോ, നമുക്ക് നീന്തി മറിയാം ഗായ്സ്. അപ്പൊ നമ്മൾ ഇനി മോസ്റ്റ് ചില്ലാക്കാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ ഗായ്സ്. ഗായ്സ്, അങ്ങനെ നമ്മൾ പുഴയിൽ ഇത് ചില്ലിങ് വൈബാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ചില്ലടിച്ച് നമ്മൾ പുഴയിൽ ഇനി ആർമാദിച്ച് അടിപൊളിയാക്കിയിട്ട് തന്നെ കാര്യം ഒന്നും പറയണ്ട. പുഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു വൈബ് അത് വേറെ ലെവലാണ്. ഫസ്റ്റ് നമ്മൾ അലക്കി എല്ലാം സെറ്റാക്കി വെക്കും, പിന്നെ നമ്മളെല്ലാവരും അങ്ങോട്ട് കിടന്ന് ആർമാദിക്കും. അതിന് ഒരു വിട്ടുവീഴ്ചയില്ല.
ഇവിടെ കിടക്കാൻ കൈനകം ഒക്കെ മടങ്ങിയിട്ട് ആകെ സീനായി ഗൈസ്. കണ്ടോ ഇത്ര യക്ഷനകം ഉണ്ട്, കൈനകം മടങ്ങി സീനായി പോയിട്ടോ. അപ്പൊ നമ്മള് ഒരുമിച്ച് പണ്ട് 2 വട്ടത്തിൽ ഞാനും കണ്ടില്ലല്ലോ. അടുത്തേക്ക് വാ കുഞ്ഞേണ്ട. നമ്മൾ നല്ല ചില്ലിങ് ആക്കുവായിരുന്നു. പുഴയൊക്കെ തലക്കിരിക്ക തകരാറുകളാൽ നമ്മൾ നമ്മൾ ഓടിച്ചാടി ഒന്ന് കുറച്ച് നേരമാണ് നമുക്ക് പുഴയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരു വിഷമം എനിക്ക്. അയ്യോ കാല് കുത്തിക്കറിയില്ല കഴിച്ച്. ഈ കാല് കുത്തിക്കറി കഴിച്ച് മോസ്റ്റാണ് ഈ കായ്. അപ്പൊ നമ്മുടെ മെയിൻ സ്പോട്ടൊക്കെയുള്ള സ്ഥലമാണ് ഗൈസ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ധാരാളം ഉണ്ട് ഗൈസ്. ഇഷ്ടംപോലെ കുളവാഴകളുണ്ട് ഇഷ്ടംപോലെ. കണ്ടോ ഇഷ്ടംപോലെ കുളവാഴകൾ ധാരാളം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ഒരു സമയത്ത് വെള്ള പൂവുണ്ടാവും. ആ പൂവിന് നല്ല സ്മെല്ലാണ്, നല്ല സ്മെല്ല്. എൻ്റെ മുട്ട എറിഞ്ഞു ഗൈസ് ഇവിടെ പാറയിൽ. കണ്ടോ ഇഷ്ടംപോലെ ധാരാളത്തിലുള്ള കുളവാഴകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പാമ്പും അതുപോലെ തന്നെ നമ്മുടെ പച്ചത്തവളയൊക്കെ ഒളിച്ചിരിക്കും ഗൈസ്. മോസ്റ്റ് സൂപ്പറാണ്. വെള്ളത്തിൻ്റെ അടുക്കെന്ന് പറഞ്ഞാൽ ഒന്ന് ക്ലിയർ ആവുകയാണേ. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വ്യൂ. ഈ ഒരു ഭാഗത്തിൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് വ്യൂ ആണ്. കാരണം കണ്ടോ നമുക്കിവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. എന്ത് രസമല്ലേ കാണാൻ. നമ്മുടെ ഈ കുളവാടുകളുടെ ഒക്കെ കൂടെ മോസ്റ്റ് സൂപ്പർ കൂളാണ് ഗൈസ് ഇരിക്കാൻ. അപ്പോൾ വീട്ടിലാരോ വന്നു തോന്നുന്നു. നമ്മുടെ കുട്ടിമണി കളിക്കുന്നുണ്ട്. അവന്മാരൊന്നും കൊണ്ടുവന്നില്ല. കാരണം അവന്മാരെ കൂടി ഈവനിങ് ആകുമ്പോൾ കൊണ്ടുവരല് ഭയങ്കര റിസ്ക്കാണ്. അപ്പൊ ഒരു കയറുവാണ് നല്ല കയറി. ഇന്ന് നമുക്ക് പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു റീസൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കുറേ നേരം നമുക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ക്യാമറയ്ക്ക് ചാർജുള്ള ദിവസം കുറേ നേരം വീഡിയോ എടുക്കാൻ പറ്റില്ല. അല്ല തന്നെ ചാർജ് ഇല്ലാത്ത ദിവസമാണല്ലോ വേഗം വീഡിയോ ലോങ് ആയിപ്പോവും. കുറേ നേരം ഇതാവും ചെയ്യും. ഇന്നത്തെ വീഡിയോ അധികം ലോങ് ആയിരിക്കില്ല ഗൈസ്. എനിക്ക് വിഷമമുണ്ട്. ഞാൻ ഓർത്ത് കുറേ നേരം നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാനുള്ള ടൈം കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ലേറ്റായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് മഴ വരും നമ്മൾ ഓർത്തു. പക്ഷെ മഴ വന്നില്ല. മഴയാണ് നോക്കിയിരുന്നു. അങ്ങനെ സമയം പോയി. പിന്നെ രണ്ടും കൽപ്പിച്ചാണ് പുഴയിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുഴയിൽ നമ്മൾ കുറച്ച് മുമ്പ് മൂഷി പോലത്തെ ഒരു ടൈപ്പ്, മൂഷിയല്ല വേറൊരു ടൈപ്പ്, ഇങ്ങനെ മീശയൊക്കെ ഉള്ള എന്ത് മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല. കാരിയാണോ കറ്റിയാണോ എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ മീശ ഉള്ള ടൈപ്പ് മീൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. നല്ലൊരു സീനായിരുന്നു, മിസ്സായിപ്പോയി. ഇവിടെ പണ്ട് ഇവിടെ ഒരു പാള വീണ് നടന്നായിരുന്നു. അപ്പം ആ പാള ഇങ്ങനെ അനങ്ങുവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു പാമ്പ് ആ പാളേൻ്റെ ഉള്ളിൽ കൂടി ഇറങ്ങിയിട്ട് ഈ വെള്ളത്തിൻ്റെ കല്ലിൻ്റെ ഇടയ്ക്കാണ് അങ്ങനത്തെ കൂട്ട് മീനുകൾ ധാരാളം ഉണ്ടാവുക. കല്ലിൻ്റെ ഇടയ്ക്ക് ഈ മീനിനെ പിടിച്ചിട്ട് ഇങ്ങനെ കയറി പോകുന്ന സീൻ ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ട കാര്യം കേട്ടോ. മോസ്റ്റ് ആയിട്ട് എന്നെ ഭയങ്കരമായിട്ട് പണ്ട് അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ചയാണത്. പാമ്പ് തവളനൊക്കെ വിഴുങ്ങുന്ന കണ്ടിട്ടുണ്ട്. മീനെ പിടിച്ചിട്ട് വിഴുങ്ങുന്ന എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നതാണ്. കുറേ മുമ്പാണ് കേട്ടോ, 2-4-5 വർഷങ്ങൾക്ക് മുമ്പാണ്. അത് നമ്മുടെ ഈ ഭാഗത്തു നിന്നാണ് കണ്ടുള്ളത്. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് നമുക്ക് അങ്ങനെ വരാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. കാരണം പാമ്പുണ്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ പാമ്പ് ഇപ്പോൾ എവിടെ നിന്നാലും ഈ പുഴൻ്റെ സൈഡ് വരുന്നുണ്ട്. നടുക്കൂടെ വരില്ല, സൈഡ് കയറുന്ന പുഴൻ്റെ സൈഡ് കയറുന്ന വരും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. അപ്പം എന്താ പറയുക, ഈ വലിയ വലിയ മീനുകൾ ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവിടെ ഒരുപാട് പാറകളുണ്ട് നമ്മുടെ ഈ ഗുളികൻ കടവിന്. അതുകൊണ്ട് തന്നെ ഈ പാറകളുടെ ഇടയ്ക്കാണ് ഇഷ്ടം പോലെ വലിയ വലിയ മീനുകൾ ധാരാളത്തിനുണ്ടാവുക അല്ലേ. അപ്പോൾ ചൂണ്ടയിടുന്ന സമയത്തൊക്കെ നമുക്ക് വിസിബിൾ ആവില്ല. ഈ പാറേൻ്റെ അടുക്കേക്ക് മീനുകളൊക്കെ നമ്മുടെ ചൂണ്ട വലിച്ചുകൊണ്ട് പോയിട്ട് വലിയ വലിയ മീനുകൾ നമുക്ക് ധാരാളത്തിന് നമുക്ക് പണ്ട് നമ്മുടെ ബൈജുമാവനുണ്ട് അങ്കിള്, ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി.
ബജാമിനുള്ള സമയത്തൊക്കെ ഫിഷിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് അല്ലേ? ബജാമിൻ്റെ കൂടെ ഞങ്ങൾ ഫിഷിങ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഞണ്ടിനെ, ഇത്രയും കുഞ്ഞ് നമ്മുടെ പുഴയിൽ നിന്ന് ധാരാളം ഞണ്ടിനെയും അതുപോലെ തന്നെ വെള്ളി മീനൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ദൈവം ഇതെങ്ങനെ. അപ്പോൾ അമ്മച്ചി പറയും പാറൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് മീനുകളുണ്ട്. അമ്മച്ചിക്ക് മീനിൻ്റെ ഒരുപാട് കഥകൾ അറിയാം. കാരണം അമ്മച്ചി നമ്മുടെ മാനന്തവാടി ആയിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്നും മീൻ കഴിക്കാത്തൊരു ദിവസം പോയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെമ്മറീസൊക്കെ അമ്മച്ചിക്കും പറയാനുണ്ട്. ഇവിടെ നമ്മൾ വേറെ അടിപൊളി കാഴ്ച കണ്ടിട്ടുണ്ട്. വേറെ നല്ല ഗായ്സ് ഇവിടെ കണ്ടോ ഒരുപാട് വാഴയ്ക്കാൻ വരേണ്ട കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. കണ്ട ഗായ്സ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? വരിക അമ്മേ. കണ്ട ഗായ്സ് ഒരുപാട് വാഴയ്ക്കാൻ വരേണ്ട കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവന്മാർ നോക്കുക അവിടെ നീന്തി കളിച്ചുകൊണ്ടിരിക്കും. അമ്പാ കണ്ടോ കണ്ടോ കണ്ടോ. ഓ വാവ്, ചക്കരക്കുട്ടന്മാരുണ്ടോ? കുറേ പേരുണ്ട് കേട്ടോ. അവർ ഈ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഈ സൈഡിൽ പോയാണ്ട് ഈ കണ്ടോ അങ്ങനത്തെ ഈ പാലൻ്റെ ഒക്കെ സൈഡിലായിരിക്കും അവർ ധാരാളം പേരുണ്ടാവും. കണ്ടോ കുഞ്ഞു മീനുകളാട്ടോ. നമുക്ക് കൈ വെച്ച് വെക്കാം. എവിടെ പോയി എല്ലാവരും പോയില്ലേ? ഈ പാറേൻ്റെ അടുക്കില്ല എല്ലാവരും പോയി ഗായ്സ്. കണ്ടോ അവിടെ പാറേൻ്റെ അടുക്ക് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഗായ്സ്. പിന്നെ എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ഉളവായൻ്റെ കാര്യം പറഞ്ഞാൽ അവരൊക്കെ തന്നെ മോസ്റ്റായിട്ട് ഉണ്ടോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുങ്ങലും കൂടി മുങ്ങിയിട്ട് നമുക്ക് അങ്ങ് കയറാൻ പോകട്ടോ. ഒരു തലയൊക്കെ തോർത്തി എന്തിനാലേ ഇപ്പോൾ ക്യാമറ എടുത്ത്, കാരണം ഞാൻ മുങ്ങിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഫുള്ള് കലങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, നീന്തി അങ്ങ് പോവല്ലേ ഗൈസ്. ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നമ്മൾ നേരെ ഇനി വീട്ടിൽ പോകണം. മോശമായിട്ടുണ്ട് ഗൈസ്. നമുക്ക് മോശമായിട്ട് മമ്മയെ കൊണ്ട് എന്തെങ്കിലും അറിയോ തല നോക്കിപ്പിക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത്. ഇതാ പിന്നല്ല നമ്മുടെ ചെരുപ്പ് ഇതാ കഴിച്ചിട്ടുണ്ട്. ഇട്ടു ചെരുപ്പ് കഴുകാനുള്ള സമയമില്ല, കാരണം നമുക്ക് വേഗം പോകേണ്ടതായിട്ടുണ്ട്. വരൂ അമ്മ അമ്മച്ചി അതാ അവരോടി ഗൈസ്, അവരോടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഫോൺ കയ്യിലില്ലേ? ഇതാണ് എൻ്റെ തോർത്ത് കയ്യിൽ വെക്കാൻ. കാരണം നമുക്ക് തോർത്ത് മമ്മേനെ കൊണ്ട് തോർത്തിപ്പിക്കണം. തോർത്തിൽ പിടിച്ചിരുമ്പോൾ അമ്മച്ചിയുടെ നല്ല വഴക്കേക്കും ഗൈസ്. അങ്ങനെ നമ്മുടെ ഗുളികൻ എന്തൊക്കെയല്ലേ പറഞ്ഞ ഗുളികൻ, നമ്മുടെ ഗുളികൻ കടവിനോട് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മളിതാ ഇന്ന് പോവാണ്. അപ്പോൾ നമുക്ക് പിന്നെ ഫിർമില്ലെങ്കിൽ ഓക്കെ. പുഴ ഫുള്ള് ഇളങ്ങിയിട്ടില്ല. അവിടെ വന്നപ്പോൾ നല്ല ക്ലിയർ ആയിരുന്നു. അപ്പോൾ ഞാൻ മുകളിൽ നിന്നും കൂടി നീന്തി വന്നപ്പോൾ ഫുള്ള് ഇതായില്ലേ. അപ്പോൾ തല നല്ല നനഞ്ഞാണ് ഇരിക്കുന്നത്. അമ്പടെ ഇനി മമ്മേനെയും കൊണ്ട് എനിക്ക് തല ഒന്ന് തോർത്തിപ്പിക്കണം. അതിനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഉമ്മേ എൻ്റെ മുണ്ടൊക്കെ വെച്ച് ഞാൻ എങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിൽ ബക്കറ്റ് ഉണ്ട്, എൻ്റെ വേറെ ഷൂവും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനിടയ്ക്ക് മൂക്കൂടി നിന്ന് വെള്ളം കയറിയുന്ന മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ മൂക്ക് നമ്മൾ എത്ര നാടെ പുഴ വന്നിട്ട് തലയിൽ എണ്ണ വെക്കാതെ വരെ ഞാൻ ചാടി ചരിത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് ജലദോഷമൊന്നും പിടിച്ചിട്ടില്ല. അതിൽ പറഞ്ഞാൽ പനി പിടിക്കും, കൊച്ചേ കയറി പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ജലദോഷം പനിയൊന്നും ഗൈസ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് പുഴ നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ പുഴയെ വന്ന് ചാടുന്നതാണ്, മറിയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എൻ്റെതായ ഭയങ്കര ഒരു വിശ്വാസം കൂടി നമുക്കുണ്ട്. നമുക്കൊന്നും വരില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലേ മമ്മേ? കണ്ണൊക്കെ ചോറിയുന്നു, കണ്ണ് ചുമന്നു വന്നോ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളത്തിൽ പോയിട്ട് എന്നാ കണ്ടോ എൻ്റെ മമ്മ മോസ്റ്റ് തല തോർത്തില്ല. അപ്പം നമ്മളിങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ 2-3 തോർത്ത് മാറ്റി തോർത്തു കേട്ടോ. ഫസ്റ്റ് ഇതേ നനഞ്ഞ തോർത്തും കൊണ്ട് തോർത്തി വേഗം തല ഉണങ്ങും അല്ലേ മമ്മേ? പക്ഷെ നമുക്ക് ഉണക്ക തോർത്തും കൊണ്ട് തോർത്തുന്നല്ലേ സാറ്റിസ്ഫൈ എന്ന് പറയുന്നത്. എനിക്ക് അതാട്ടോ സാറ്റിസ്ഫൈ ഉള്ള കാര്യം പറയാലോ. ആദ്യം തോർത്തണം ഉള്ളതാ. പിന്നെ രണ്ടാമത് വേറെ തോർത്തും കൊണ്ട് നന്നായി തോർത്തണം. എന്നിട്ട് മൂന്നാമത്തെ തോർത്തും കൊണ്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് തലം കൂടി ഒന്ന് ജസ്റ്റ് കെട്ടി വെക്കണം. 3 മിനിറ്റൊക്കെ കിട്ടാവുള്ളൂ. സ്മെല്ലാവുന്ന മാത്രല്ല, അങ്ങനെ കുറെ നേരം കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഇറങ്ങി ജലദോഷം പിടിക്കും. കുറെ നേരം കെട്ടി വെച്ചിട്ട് അമ്മേ നമ്മുടെ ജുവാനമ്മ മോശമായിട്ട് ഗൈസ് തോർത്തുന്നുണ്ട്. 3 തോർത്ത് നമ്മുടെ അടുത്ത് ഓൾറെഡി വേണം. 3 അല്ലേ? മാറ്റി തോർത്താ 3 തോർത്ത് പറഞ്ഞല്ലോ. ഒന്ന് കെട്ടി വെക്കാം, ആവശ്യം നനഞ്ഞത്. രണ്ടാമത്തെ ഉണക്കാം. ഇതെന്റെ സ്വന്തം തോർത്തോട്ടെ. എന്റെ ഈ റോസ് തോർത്ത് എന്റെ സ്വന്തം അല്ലേ മമ്മ? മമ്മേന്റെ തലയിൽ ഇട്ടെ. ഇനിയിപ്പൊ എന്റെ തലയിൽ നമ്മ തോർത്തുന്നുണ്ട്. ഓ നൈസ്.
നമുക്ക് കുറച്ച് നേരം അല്ലേ അമ്മ പുഴയിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതെനിക്ക് ഭയങ്കര വിഷമം. കുറച്ചും കൂടി നേരത്തെ നമുക്കിനി വരണം കേട്ടോ. ഇറങ്ങാൻ വന്നപ്പോ മഴയായിരുന്നു, അതാണ് ഏറ്റവും പറ്റിപ്പോയത്. വരണ്ടാന്ന് ഓർത്തതാ, പക്ഷെ പിന്നെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളിങ്ങ് പോന്നു അല്ലേ അമ്മേ? മൂന്നാമത്തെ തുറത്തില്ലല്ലോ? ഇല്ല, രണ്ടു തുറത്തുള്ളൂ. ഇതും കൊണ്ട് തുറത്തിട്ട് കെട്ടി വെച്ചത് കൊണ്ട് തന്നെ സാരമില്ല. ആണോ? പുറകോട്ട് ഇട്ടടാ മുടി, എല്ലാ മുടിയും പുറകോട്ടിട്. അയ്യോ ഗായ്സ്, നമ്മളിപ്പോ ഉള്ളത് നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇടാം. നമ്മളിപ്പോ ഉള്ള എവിടെ നിന്ന് ഗായ്സ്? നമ്മുടെ കൊടപ്പനേന്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ കൊടപ്പനയാണ് ഗായ്സ്. നമ്മുടെ കൊടപ്പനേന്റെ വ്ളോഗ് ഇട്ടുണ്ട്. 2 സൈസ് ഈന്തപ്പനയാ ഉണ്ടായിരുന്നു. പപ്പയൊക്കെ നട്ടത് ഓരോരുത്തർ. ഈ പനക്ക് എന്തെന്ന് പറയും? ഇതല്ല, അല്ല പനക്ക് ഈന്തെന്ന് പറയുന്നില്ലല്ലോ. പനക്ക് എന്ത് പറയില്ല. പിന്നെ ഈന്തെന്താ? ഈന്തപ്പന. ഈന്തപ്പന ഉണ്ടാവുന്ന പനയാ? അല്ല, നിങ്ങൾ അന്ന് പാം ഓയിൽ എടുക്കുന്ന പന ഇതില്ലേ, അത് ഒരെണ്ണം. പിന്നെ അല്ലാത്ത വേറൊരു 2 സൈസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ആരാ വെട്ടിക്കളഞ്ഞ്? കളയാനാണല്ല. ഈ പറമ്പിന് ഇഷ്ടംപോലെ ആൾക്കാരാണ്, അധികാരികൾ. അത് കാരണം അത് അധികാരികളെക്കാൾ അധികാരികൾ നാട്ടുകാരാണ് ഗൈസ്. അത് എല്ലാവരും അല്ല ഞാൻ പറയുന്നത്, അതും കൂടി ഉണ്ടൊരു കാര്യം. കാരണം അതന്നെ, ആരാണ് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. അതാണ് ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മെയിൻ അധികാരി ഇപ്പൊ തന്നെ വരും. അതിന് മുമ്പ് നമുക്ക് സ്ഥലം വിടണം അല്ലേ അമ്മേ? ഇവിടെ നിന്നാ ശരിയാവില്ല. അതാണ് ഞങ്ങളിപ്പോ പെട്ടെന്ന് കുളിച്ച് കയറാനുള്ള ഒരു കാരണം കൂടി അത് തന്നെയാ അല്ലേ അമ്മേ? കാരണം നമുക്ക് പേടിയായിട്ടോ ഒന്നുമല്ല, അതിന് തക്കതായ വേറെ കുറെ റീസൺസ് ഉണ്ട് അല്ലേ അമ്മേ? അപ്പം അത് പറഞ്ഞ അന്ധവിശ്വാസാന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കും അല്ലേ? പക്ഷെ അത് സഹിക്കാന്ന് പറയുന്ന ഒരു വലിയ കാര്യ ഗൈസ്. നമ്മളിനി പിന്നെ പറയും അല്ലേ അമ്മ? എന്തിനാ കാണാനുള്ള പൂരം പറഞ്ഞറിയിക്കുന്നത്? അത് കണ്ടു തന്നെ ഇതാക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഇന്ത്യൻ മമ്മ എനിക്ക് മോസ്റ്റ് ആയിട്ട് തോർത്ത് തരുന്നുണ്ട്. ചെവിനുള്ളി ചൊറിയുന്നുണ്ടമ്മ. ഉള്ളി ചൊറിയുന്നുണ്ട്. ചെവി മറിച്ചെടുക്കാനല്ല ഞാൻ പറഞ്ഞേ. അച്ഛൻ വെക്കുന്നുണ്ടോ? മുടി നീ കെട്ടി വെക്കുന്നുണ്ടോ? അമ്മ കെട്ടിത്താ. ഇനി മമ്മ എനിക്ക് മോസ്റ്റ് ചെയ്തേ മുടി മുമ്പിലൊക്കെ ചാടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളം പോയോ മമ്മ? ഓക്കെ, അപ്പൊ ഞാൻ മോസ്റ്റ് മതി. ധാരാളാ ഇതല്ല. അയ്യോ, ഞാൻ എന്താ അമ്മ ഇത് ഏത് നെറ്റ് കയറുന്ന ഞാന്? അയ്യേ, എനിക്ക് എന്നെ ഇങ്ങനെ ഒന്നും ഇഷ്ടമല്ല. ഇത് എന്താ ഇപ്പോഴാണ് ശരിക്കും ഞാൻ ശങ്കരാചാര്യ. എന്റെ മുണ്ട് ഇതല്ലേ ഇരിക്കുന്നു. അയ്യോ, ഈ മീനിനെ കൊണ്ടുവന്നേ. ഒരു വെള്ളമൊന്നും മാറ്റില്ലായിരുന്നു ഗൈസ്, പങ്കം പിടിച്ചേ. അയ്യോ, വെള്ളം ചൂടായല്ലോ, വെള്ളം ഒന്നും മാറ്റില്ലായിരുന്നോടാ. ഇനിയിപ്പൊ നേരെ വീട്ടിൽ പോവല്ലേ അല്ലേ? എന്റെ മുഖം നോക്കണ്ട കേട്ടോ. അപ്പൊ 5 മീനുണ്ട്. അതിന് പങ്കൻ 5 എണ്ണത്തിന് പിച്ചു കേട്ടോ. ഞാൻ പിച്ചില്ല. ഇതുണ്ടോ, ഇത് വലിയൊരു വാഴക്കവരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്ക്. അത് നമ്മൾ ഈ മീനിനെ പറയുന്നത് ടൈഗർ ഫിഷ് എന്നാണ് ശരിക്കും പറയാം. നമ്മള് വാഴക്കവരൻ എന്ന് പറയും കേട്ടോ. 5 മീനുണ്ട്. അപ്പൊ നമുക്ക് വടുകപ്പുളി നാരങ്ങ വന്നതിന് കുറച്ച് ശങ്കരാചാര്യ കഴിഞ്ഞ. അയ്യോ, എന്റെ പാവറ്റേ ചൊറിയുന്നില്ലേ? കാല് ഫുള്ള് ചൊറിയുന്നുണ്ട്. വ്ലോഗ് നമ്മൾ പണ്ട് ഇട്ടിട്ടുണ്ട് ഗൈസ് അല്ലേ? ഓർക്കുന്നുണ്ടോ? വടുകപ്പുള്ളി നാരങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട് പണ്ട് വ്ലോഗ്. പക്ഷെ എനിക്കൊന്നും ക്യാമറ ഉണ്ടായിരുന്നില്ല. നവ എനിക്ക് ക്യാമറ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്യാമറയുടെ വ്ലോഗ് എടുക്കാം ഗായ്സ്. അപ്പൊ നമ്മൾ വടുകപ്പുള്ളി നാരങ്ങ പറിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പൊ എങ്ങനെയൊക്കെ ഒരു കോല് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് നാരങ്ങ നിൽക്കുന്നുണ്ടോ? അത് അവിടെയാണ് നമ്മുടെ നാരങ്ങ നിൽക്കുന്നത്. കാണുന്നുണ്ടോ ഗായ്സ്? ഇതുണ്ടോ? ഈ നിൽക്കുന്നതാണ് നമ്മുടെ നാരങ്ങ. ഇതുണ്ടോ? അത് പറിക്കാൻ പറ്റുമോ നോക്കി നോക്കാം. കോല് കൊണ്ടൊന്ന് വീടില്ലേ? അമ്മ ആടി കളിക്കുന്നുണ്ടോ? ഇത് ഇങ്ങനെ പഴുത്ത് നാരങ്ങയാണ് നമ്മൾ അച്ചാറിട്. അയ്യോ, എൻ്റെ കോല് പിടിച്ചു. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ് അമ്മേ. അതിൽ 2 കുത്തു കുത്തിയപ്പോഴേക്ക് നല്ല മണം ആവറ്റേ. അത് മഴ പെയ്യുന്നു അമ്മ. വീണില്ല, വടി അടിഞ്ഞു പോയിന്നേ. അയ്യോ, ഭണ്ഡാരം പറ്റുന്നില്ലേ മുകളിൽ അവിടെ. അയ്യോ, ബെസ്റ്റ്. ഭയങ്കര ഉന്നോട്ടെ. ചില സമയത്താണ് ഒന്നേ ശരിയാവുള്ളൂ. വയ്ക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ ട്രൈ ചെയ്യുന്നതോറും നമുക്ക് ഹരം കൂടും അമ്മേ. ഇപ്പൊ വീണന്
അമ്മേ ശേ പോയി തട്ട് തട്ടി അതിനിട്ടമ്മേ. ഇതിന് വടിക്ക് കട്ടിയില്ല. കിട്ടിയോ വടി? ഗായ്സേ എൻ്റെ കൈ കുത്തി. നോക്കൂ കണ്ണ് കാണിച്ചു തരാൻ അങ്ങ് ദൂരെ കണ്ടോ? അത് കണ്ടോ നിൽക്കുന്ന യെല്ലോ ആണ് നമ്മുടെ ഉന്നെന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മൾ വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒക്കെ താഴേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു നമുക്ക് പറിക്കാൻ പാകത്തിന്. പക്ഷേ നൗ ഗായ്സ് നമുക്കത് ചാഞ്ഞ് നിൽപ്പില്ല, നമുക്ക് പറിക്കാൻ പാകത്തിന് ചാഞ്ഞ് നിൽപ്പില്ല അവസ്ഥയാണ്. ഓ ആരത് ചീമക്കൊന്നതിൻ്റെ വടി ആരത് പറിക്കുന്നുണ്ട് ഗൈസ്. അത് കിട്ടിയോ? ആ ഒടിച്ചോ? വരില്ല, ഭയങ്കര ശക്തിയല്ലേ? ഇതാ ഈ വടി നോക്കിയാലോ. അയ്യോ കുത്തി വരുമെന്നാണ് സംശയം. നോക്കട്ടെ. അയ്യോ നേരത്തെ പോലെ വടി കുനിഞ്ഞു കൊടുത്തിന്. അത് ഈ പറമ്പിലുള്ള എല്ലാം അങ്ങനെയാ ഗൈസ്. അയ്യോ കുനിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് ഇട്ടതുണ്ടോ. ഞാൻ വേറെ എവിടെ എടുത്തോണ്ട് തോന്നുന്നു അല്ലേ. ഓ ഇതന്നെ വരാത്തെ. ദൈവമേ ഇതിന് അടുപ്പിൽ തന്നെ ശക്തിയാമ്മേ. മമ്മ മുകളിലെത്തി. ഇതിവിടെ എത്തുവറ്റേ. നമ്മളിനി പരാജയം ഇതാക്കിയിട്ട് പോകേണ്ട വരുമോ? വടിയില്ലെന്നേ. ഞാനിപ്പോൾ ഇവിടെ നിന്ന് വടി കിട്ടും നോക്കട്ടെ. ആ അതെ അവിടെ ഉണ്ടല്ലോ ഒരു വടി. ഇതെത്തുമോ? ഇതൊന്നും എത്തില്ല. കിട്ടിയോ? ഓ എൻ്റെ കയ്യിലെന്തോ കുത്തി. എൻ്റെ കയ്യിലെന്തോ കുത്തി ഗൈസ്. ഓ ഇതേ മഴ പെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നനഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. ഇതേ പൈങ്കിളി കണ്ടോ, കൊച്ചു കണ്ടോ, കയ്യിൽ പൂവും പിടിച്ച് ഒരേ നിപ്പാണ്. നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നിന്നു. ഇനി വീട്ടിൽ നല്ല അടിപൊളി ഒരു ചായ കുടിച്ച് മോസ്റ്റ് ആക്കണം ഗൈസ്. വടിയാ ചീമക്കൊന്നേൻ്റെ തന്നെ മതിയോ? വടി കിട്ടിയോ? ഇത് പിടിക്കുക, ഞാൻ പറിക്കാം. പിടിച്ചോ ഗൈസ്. നമുക്കൊരു നല്ല വടി പറിക്കണം. ഇവിടെ കണ്ടോ, ഇവിടെ മുഴുവൻ നമ്മുടെ വിടേരിയയുടെ കാലാണ്. നമ്മൾ വരുന്ന വഴിയാന്ന് ഗൈസ്. ഇത് കണ്ട ആരെങ്കിലും പറയും ഡബിൾ ടാപ്പ് ആൻഡ് സ്ലൈഡ് ചെയ്യും മുകളിലേക്ക്. ഇതുണ്ടോ ഇവിടെ ഫുള്ള് കിട്ടിയ വടി. എൻ്റെ മമ്മ വടി നിങ്ങൾക്ക് കണ്ടോ? അതാണ് അമ്മക്ക് കിട്ടിയ ഇതാണ് വേണ്ടത്. അതന്നെ അതന്നെ ഇത് അത്യാവശ്യം ദണ്ട് കൊടുക്കാൻ പോ. അതന്നെ നല്ല ദണ്ട് കൊടുക്കാൻ പോവാണ് നമ്മുടെ വടകപ്പൊളിക്കോ. ഇനി മമ്മേന്റെ അടിപൊളിയായി അത്യുഗ്രൻ ഇല്ലേ, അത്യുഗ്രൻ മാസ് പവർ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. മമ്മേ പറിക്കമ്മേ പറ്റും മമ്മയ്ക്ക്. അത് തന്നെ പോട്ടെ, ഒറ്റ തട്ട് അത്ര തന്നെ. അതാ ശേ അവിടെ വടിയും കൊണ്ട് അതാ ഉണ്ടെന്ന് തോന്നുന്നു പറ്റേ. ഇനിയിപ്പോ പച്ച വീഴുവറ്റേ. ജുവാന എബലാൻഡ് റോസ് എന്തേ പറിച്ചത്? ആ അതല്ലേ കിടക്കുന്നത്. നമ്മള് പരാജയം നമ്മൾക്ക് സമ്മതിക്കില്ല. നല്ല മണം, നല്ല മണം എന്റെ പാവറ്റി. ഞാൻ കോലും കൊണ്ട് കുത്തി കാണിച്ചു തരണോ? ആ പറയണം. അതാ അടുത്തത് വീണു ഗൈസ്. ഞാനിവിടെ കോലും കൊണ്ട് കുത്തിയൊരു പാടുതാ. ഞാൻ കോലും കൊണ്ട് കുത്തിയ പാട് ഗൈസ്. ഈ കാണുന്നത് നല്ല സ്മെല്ലാണേ. മോസ്റ്റ് ആണ് ഇതെന്ന് പറയുമ്പോൾ. ഭയങ്കര കയ്പാണ് ഗൈസ് ഈ നാരങ്ങയ്ക്ക്. മോസ്റ്റ് കയ്പാണ്. ടേസ്റ്റ് അടിപൊളി. ഇപ്പം ക്യാച്ച് പിടിക്കാൻ പറ്റുമോ നോക്കടാ. വാടാ പിടിച്ചു. അതെന്താ കയ്പില്ലാന്നോ? അല്ലമ്മേ കയ്പ് ശരിയാ. വടുകപ്പുളി എന്ന് പറയുമ്പോൾ സാധാരണ കയ്പാണല്ലോ. നമ്മൾ വ്ലോഗ് ഇട്ടിട്ടുണ്ടല്ലോ പണ്ട്. കയ്പുള്ള നാരകം എന്നാണ് ഗൈസ് നമ്മുടെ വടുകപ്പുളി നാരങ്ങയ്ക്ക് പറയുക. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള വടുകപ്പുളിക്ക് സാധാരണ വടുകപ്പുളിൻ്റെ അത്രയും പോലും കയ്പില്ല. കയ്പ് നല്ല കുറവാണ് ഗൈസ്. അത് വലിയൊരു സ്പെഷ്യാലിറ്റിയാണ്. മീനുകളെല്ലാം ഉണ്ടോ? പാവട്ടോ 5 മീനുകളകത്ത് നോക്കുക ഗൈസ്. പാവം. നേരത്തെ ഞാൻ പുഴേൻ്റെ അടിക്കുന്ന സീൻ എടുത്തപ്പോൾ കാണിച്ചു തന്നില്ലായിരുന്നോ? കുഞ്ഞു കുഞ്ഞു മേത്ത് കുറേ വരെയുള്ള ടൈഗർ ഫിഷ്, നമ്മുടെ വാഴയ്ക്ക വരയെന്ന് നമ്മൾ പറയും. ആ ഫിഷില്ലേ, ആ ഫിഷിന്റെ വലുതാണ് നമ്മളിപ്പോൾ പിടിച്ചേക്കുന്ന ഫിഷുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓ തണുത്തിട്ട് നോക്കുക ഗൈസേ. കുളിരി വരുന്നുണ്ടോ? ഇതുണ്ടോ കയ്യിലൊക്കെ ഉണ്ടോ കുളിരി വരുന്നുണ്ടോ ഗൈസ്? ഇതിന് നമ്മൾ കുളിര് കോരുക എന്ന് പറയുന്നത്. ഗൂസ് ബോംസ് എന്നൊക്കെ നമ്മൾ പറയും. ഇതുണ്ടോ നോക്കെന്നെ കുളിര് കോരിട്ടോ ഗൈസേ. നമ്മുടെ മോസ്റ്റ് ആയിട്ടുണ്ടോ കുളിരി വരുന്നത്? ഇതേ മമ്മ നല്ല നല്ല രസത്തിലുള്ള കുഞ്ഞു മഴയും പെയ്യുന്നു ഇപ്പം. അടിപൊളിയില്ലേ? നോക്ക് നമ്മള് കറക്റ്റ് നമ്മള് കുളിച്ച് കഴിഞ്ഞപ്പോ മഴ പെയ്യുന്നില്ലേ മമ്മേ? 2 വടുകപ്പുളി നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ മമ്മേ? ഇനി മോസ്റ്റ് ആയിട്ട് നമ്മള് അതന്നെ വീടൊക്കെ വേണ്ടി 2 എടുത്തത് ബ്ലോഗർ വാവാറ്റ പോകുന്നുണ്ട്. മോസ്റ്റ് അമ്മ എനിക്ക് തണുത്തിട്ടല്ലേ വേഗം പോയിട്ട് ചായ കുടിക്കാം പോവല്ലേ? നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ചായ കുടിക്കാന്ന് പറയുന്നൊരു സന്തോഷല്ലേ അമ്മേ? ഇപ്പൊ അട്ടേനൊന്നും കാണുന്നില്ല പറഞ്ഞാലേ. എന്ത് പട്ടിയോ? ആവോ
അപ്പൊ അതെ ഗൈസ് ഈ പൊട്ടന്മാരെ എന്നിട്ട് മോശമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഹലോ പ്ലേസ്, ഹലോ ഹലോ. അയ്യോ എന്റെ മൂക്കിനോടൊന്ന് ചൊറിയുന്നു. സോറി ഗൈസ്. അപ്പം നമ്മളിനി മോസ്റ്റായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഗൈസ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമ്മൾ ഇത്രയും നാൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വ്ളോഗ് നമ്മൾ മോസ്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പുഴയിൽ വന്ന് കഴിയുമ്പോഴേക്കും പിന്നെ എൻ്റെ ക്യാമറയുടെ ചാർജ് മുഴുവൻ തീരും. കാലിൽ തൊട്ടവാടി മുള്ളും കൊണ്ട് ഇതാണ് നമ്മൾ മുണ്ട് കൊടുത്തിട്ട് പറമ്പിലും സോക്സ് ഇട്ടിട്ട് പറമ്പിലിറങ്ങിയിലത്തെ അവസ്ഥ. കാരണം തൊട്ടവാടി മുള്ളും കമ്പും കോലൊക്കെ കുത്തി കാല് ഫുൾ സ്ക്രാച്ച് ആവും. എന്താ മമ്മേ ഏതിലെ ആണോ? ഓ അവിടെ മമ്മ പറഞ്ഞ ചെറുതും കൂടി നിൽപ്പുണ്ടെന്ന്. ബക്കറ്റ് എടുത്ത് നമ്മൾ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പുഴയിലേക്ക് പോകുന്ന വ്ളോഗൊക്കെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോസ്റ്റ് ചെയ്തു. പക്ഷേ നമ്മൾ പുഴയിൽ നിന്ന് തിരിച്ചു വരുന്ന വ്ളോഗ് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല. കാരണം അതിനുള്ള ചാർജ് ക്യാമറയിൽ ഉണ്ടാവില്ല ഗൈസ്. പുഴ വരുമ്പോഴേക്ക് ഫുള്ള് തീരും പറഞ്ഞ പോലെ തന്നെ. അപ്പം നമ്മൾ കണ്ടോ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള നമ്മളെ കാട്ടിലാണ് ഗൈസ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഫുള്ള് വനം ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ കുണ്ടിച്ചേട്ടൻ്റെ പുഴ എന്ന് പറയുന്നത് ആ വഴിക്കാണ്. ഇനിയിപ്പോൾ ആ പുഴയ്ക്ക് നമ്മൾ വേറെ പേര് മാറ്റിയിടണമെന്ന് വരുമോ എന്ന് നമുക്കറിയില്ല. ഈ കാണുന്ന ചെടിയില്ലേ ഇതാണ് നമ്മുടെ കർപ്പൂര പച്ച എന്ന് പറയുന്നത്. ഇതുണ്ടോ നമ്മൾ കാട്ടുതുളസിയൊക്കെ കൊതുകിനെയൊക്കെ പുകയ്ക്കില്ലേ, അതേപോലെ ഇത് നമ്മൾ മോസ്റ്റായിട്ട് നമ്മളെ ഇതുണ്ടോ ഇപ്പം തന്നെ സ്മെല്ലാണ്. നമ്മൾ കൊതുകിന് പുകയ്ക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ കർപ്പൂര പച്ച എന്ന് പറയുന്നത്. ഇതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ നമ്മുടെ കുർക്കുർഗൻ ഫാമിലിയായിരുന്നു കേട്ടോ ഗൈസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കർപ്പൂര പച്ച വേണമേ ആണോ വരുന്നതൊക്കെ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഞാനൊരെണ്ണം പറിച്ചു. ഞാൻ ആ വടുകപ്പുളി പറിക്കട്ടെ. കിട്ടുന്നില്ല. അപ്പോൾ ഏതൊരു കിളി നന്നായിട്ട് കരയുന്നുണ്ട്. മഴ തൂളിയിട്ടുണ്ടോ? മഴ നിന്നു കണ്ടോ? അതാണ് മഴേൻ്റെ കുഴപ്പം. നമ്മൾ പെയ്യുവാണെങ്കിൽ ഒന്ന് മര്യാദയ്ക്ക് പെയ്യാം. അതില്ല, അത് പെയ്യാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ബക്കറ്റ് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ചിട്ട് പോവാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മോസ്റ്റായിട്ട് സർവൈവ് ചെയ്ത് പോകേണ്ട സ്ഥലമാണ്. കാരണം ഇവിടെ പാമ്പിൻ്റെ പുറ്റും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഈ പറമ്പിലൊക്കെ ഇറങ്ങാൻ എനിക്കിഷ്ടം. പക്ഷെ മേത്ത് ഇങ്ങനെ സ്ക്രാച്ച് ആവുന്നത് എനിക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യം. നമ്മുടെ മേത്തൊക്കെ പാടൊക്കെ വരുന്ന അറിയില്ലേ. വാവ് നമ്മൾ നോക്ക് ഈ പ്ലാന്റിൻ്റെ അടുത്തെത്തി കഴിഞ്ഞിട്ടുണ്ടോ? ഇത് ഇവിടെ കൂട്ടമായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷോർട്സ് ഇട്ടിട്ടുള്ളൂ, വ്ളോഗ് ഇട്ടിട്ടില്ല. ഇതുകൊണ്ട് ഈ ചെടി കൂട്ടമായിട്ടുണ്ട്, ധാരാളത്തിന് ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര നാളുകളോളം ഇങ്ങനെ നിൽക്കുമെന്നറിയോ? കുറേ നാൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞ ഫ്ലവർ ഇങ്ങനെ തന്നെ ഉണ്ടായി നിൽക്കും. വൈകിയാണ് ഇതിൻ്റെ ഫ്ലവർ ചീത്തയായി പോകുള്ളൂ കേട്ടോ. കണ്ടോ ചീത്തയാവുന്നുണ്ടോ? ഉണങ്ങി കരിഞ്ഞതേ അവസാനം കണ്ടോ ഈ ഒരു കോലത്തിലാവും നമ്മുടെ ഈ കണ്ടോ ഈ റെഡ് ചെടി വന്നിട്ട് നോക്ക് ഇങ്ങനെയായി പോവും. കണ്ടോ ഉണങ്ങി ഇങ്ങനെയാവും. എന്ത് രസമല്ലേ കാണാൻ, നല്ല രസമല്ലേ. തത്തമ്മച്ചുണ്ടൻ എന്നൊക്കെ ഇതിന് പറയാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമൊക്കെ എനിക്ക് കാഴ്ചകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ പുതിയതായിട്ട് ഫ്രഷ് ആയിട്ടുണ്ടാകുന്ന ചെടീൻ്റെ കളർ എന്ന് പറയുന്നതുണ്ടോ നല്ല ലൈറ്റ് യെല്ലോയും നല്ല റെഡും ഉണ്ട്. എന്ത് രസമല്ലേ കാണാൻ തന്നെ അടിപൊളിയല്ലേ. കണ്ടോ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ അതിൻ്റെ കൂട്ടത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു തൈ കടന്നാൽ മതി ധാരാളത്തിന് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി. മമ്മേ അതാ മഴയില്ലെന്ന് ഞാൻ പറഞ്ഞതേ മഴ അതാ ഇത് കഴിക്കത്തില്ലല്ലോ മമ്മ. ഇതേ കാശ് ഇതാണ് നമ്മൾ പറിക്കാൻ വേണ്ടി വന്ന വടുകപ്പുള്ളി എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കത്തില്ലല്ലോ. വളച്ചിട്ട് പറിക്കാൻ കൊമ്പ് എത്തുന്നില്ലെന്നേ. ഇനിയിപ്പോൾ ഞാനിവിടെ കിടന്നിട്ട് തകൃതാളം കളിക്കണ്ടായിരുന്നു വയസ്സൊന്ന്. ഇത് മിക്കവാറും എന്തെങ്കിലും വേണ്ടി വരും മമ്മ, വലിയ കമ്പ് എന്തെങ്കിലും വേണ്ടി വരും. ഇനിയിപ്പോൾ പറിക്കാൻ കിട്ടി അമ്മച്ചിയോട് മോശമാണ് നമുക്ക് കാഴ്ച അച്ചാറിട്ട് തരാൻ വേണ്ടി പറയണം അല്ലേ. ഇതേ എന്തായാലും ഒരു ചീമക്കൊന്നതിൻ്റെ ഒരു കമ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിലത്ത് വീണാൽ എനിക്ക് പണി കിട്ടും. കാരണം നോക്ക് നമ്മൾ ഇനിയിപ്പോൾ നേരത്തെ വന്നാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കയറേണ്ടി വരും. അമ്മ പറയുമായിരുന്നെങ്കിൽ ഞാൻ എന്താ അയ്യോ ഗായ്സ് ഇത് എത്തുന്നില്ല. അമ്മ ഇത് വരുന്നില്ല കേട്ടോ. എന്നെ ദൈവമേ അയ്യോ മമ്മ ഇങ്ങോട്ട് പിന്നെ എങ്ങനെയാ പറിച്ചിടുന്നേ? ഇത് തട്ടിട്ടാവണ്ടേ അമ്മേ. നിങ്ങളെ പറയുന്നത് അയ്യോ ഇപ്പൊ സ്ക്രൂ പോയാലേ അമ്മ ഇപ്പൊ സ്ക്രൂ പോയാലേ ഗൈസ് ദേ കിട്ടി. അയ്യോ ഗൈസ് മോസ്റ്റ് മഴ 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 കൂട കൂട മഴ വന്നാ കോപ്പിക്കോട മഴ മഴ കൂട കൂട മഴ വന്നാ കോപ്പിക്കോട. കോപ്പിയല്ല പോപ്പിയല്ലേ അതോ അതൊന്നും അറിഞ്ഞവിടെ അതൊക്കെ സോറി ഗൈസ് കിട്ടി. ഇതിന്റെ മണം ഗൈസേ. എന്ത് ഓർക്കണോ? എവിടെ എവിടെ ഞാൻ പക്കും
ഓർക്കിഡിൻ്റെ ഒരു ചെറിയ ഭ്രാന്ത് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കാട്ടിലെ ഓർക്കിഡ് പറിക്കലും നടലും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അപ്പോൾ കുറേ നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ നമ്മളെ പക്ഷെ നട്ടൊന്നുമില്ല, ഒരു സമയം കഴിഞ്ഞിട്ട് സമയം കഴിഞ്ഞിട്ട് നടാൻ കണ്ടോ. പന ഫുള്ള് അവർ വെട്ടിയിട്ട് കായ്സ് ഈ വഴിക്കേക്കാണ് ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ പറമ്പിലെ പനയായിരുന്നു. ഇതൊക്കെ നമ്മുടെ പറമ്പ് തന്നെയാണ്. അയ്യോ ഭയങ്കര സർവൈവ് ചെയ്തിട്ട് കയറണം കേട്ടോ. പനേൻ്റെ കായ എടുത്തുകൊണ്ട് പനേൻ്റെ കായ ഉണ്ടാകുന്ന സാധനം ഒന്ന് കഴിച്ചത്. പനങ്കായൊക്കെ കടയിൽ നമുക്ക് മോസ്റ്റായിട്ട് കൊടുക്കാനൊക്കെ പറ്റില്ലേ അല്ലേ എന്നുണ്ടോ. ഇതുണ്ടോ പനേൻ്റെ പൊക്കത്തു കൂടിയാണ് ഞാൻ സർവൈവ് ചെയ്തിട്ട് ഇറങ്ങുന്നത്. എൻ്റെ ദൈവമേ കഴിച്ചേ കണ്ടോ അമ്മേ. അയ്യോ ഇത് പനങ്ക മുളച്ച് വരുന്നുണ്ടായിരുന്നല്ലോ കഴിച്ച്. ഇതുകൊണ്ടോ അമ്മേ. നമ്മൾ കലാജാതയ്ക്ക് പോയ സമയത്താണ് ഞാൻ പനങ്ക പറിച്ചിട്ടില്ല, നിലത്ത് വീണത്. നമ്മൾ ആ മറ്റേ ആർട്ട് ഗാലറി പോയപ്പം അമ്മേ ആണത് എനിക്ക് കണ്ടപ്പോൾ മുന്തിരിപ്പഴം തോന്നി. എടുത്ത് കടിച്ചില്ലേ അങ്ങോട്ട് ചൊറിഞ്ഞ് കഴിച്ച എൻ്റെ നാക്ക് മാത്രമല്ല മമ്മേൻ്റെ കൈയൊക്കെ ചൊറിഞ്ഞു കേട്ടോ. അപ്പം നമ്മളിത് നമ്മുടെ ഓർക്കിഡ് നോക്കി പോവാണ്. അപ്പോൾ കാട്ടിലെ ഓർക്കിഡ് എന്ന് പറയുന്ന കാഴ്ച നമ്മൾ വിചാരിക്കുന്നതെല്ലാം മോസ്റ്റാണ് കേട്ടോ. കാരണം അതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നതിന് ഭയങ്കര വെറൈറ്റിയാണ്. അപ്പം ഞാനീ നോക്കുന്ന ഓർക്കിഡ് എവിടെ ഉള്ളതെന്നാണ്. അത് നമ്മൾ കണ്ട ഓർക്കിഡ് ഇതേ ഈ ചെടിയിലാണ് കേട്ടോ. പിന്നെ പറിക്കില്ല, നിങ്ങൾ നടന്നോ. ഇത് കണ്ടോ നമ്മുടെ കാട്ടിലെ മോസ്റ്റ് ഓർക്കിഡ്. എനിക്ക് സന്തോഷം ഒന്ന് കഴിച്ചപ്പോൾ നമുക്കിത് ഇങ്ങനെ പറിക്കാൻ കിട്ടുമോ. അയ്യോ ഇനിയിപ്പോൾ വക്കത്തി വേണമെന്നുണ്ടോ, ഇതിൻ്റെ വേരൊക്കെ പോയേക്കുന്നുണ്ടോ. ഇതുണ്ടോ ഇതിങ്ങനെ മരത്തിന് പിടിച്ച് നമ്മൾക്ക് പണ്ടൊക്കെ നമുക്ക് സയൻസിലൊക്കെ പഠിക്കാണ്ടായിരുന്നല്ലോ ഒരുപാട് ഈ ചെടീനെ പറ്റി. ഇതുണ്ടോ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ അതിൻ്റെ പൂവുണ്ട ഗായ്സ്. നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. ഇതുണ്ട് കറുത്തുറുമ്പുകൾ ഒരുപാടെണ്ണം അതിനകത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ 2-3 തൈകൾ നമ്മൾ നട്ട് വെച്ചിട്ടുണ്ട്, ഞാൻ തന്നെ നട്ടിട്ടുണ്ട്. അപ്പം അമ്മ വേറെ ഉള്ളിലുണ്ടോ? അവർ പോയിട്ട് തന്നെ ഇട്ടിട്ട് ഗായ്സ് നിങ്ങളുണ്ടല്ലോ എനിക്ക് കൂട്ടും, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. മമ്മ ഇത് കണ്ടിട്ടാന്ന് തോന്നുന്നു ഇവിടെ കുറേ ഉണ്ടെന്ന് പറഞ്ഞത്. വേറെ കാണുന്നില്ല ഗായ്സ്. ഒക്കെ എന്തായാലും ഇത് കിട്ടിയില്ലോ. അപ്പം ഇത് കിട്ടി. അതെ ഗായ്സ് അവിടെ ഉണ്ട്. അപ്പോൾ കണ്ടതെന്താ അമ്മേ കാട് കയറിയിട്ടുണ്ട്. ദൈവമേ നടക്കുമ്പോൾ കാല് താന്ന് പോകുന്നു കണ്ടോ. ഇതുണ്ടോ ഇവിടെ കണ്ടോ ഗായ്സ്. ഇത് വേറൊരു ടൈപ്പ് ഓർക്കിഡാണ്. അപ്പോൾ നമുക്ക് അതും കൂടി നമുക്ക് പറിക്കാം. അവരെന്നെ ഇട്ടിട്ട് പോയിട്ടോ. ഇതുണ്ടോ ഇതാണ് ഞാൻ പറയുന്നത് കണ്ടോ. ഇത് വേറെന്താ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് കുറച്ചുണ്ട്, നമുക്ക് ഇതും കൂടി ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് ക്യാമറ പിടിച്ച കൈ കൊണ്ടാണ് ഗൈസ് ഈ പറിക്കുന്നത്. ഇത് കാണുന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ അമ്പടാ. ഇത് മോസ്റ്റ് റയർ വണ്ണാണ്. കാരണം ഇതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കടയിൽ പോയിട്ടൊക്കെ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. പക്ഷേ നമുക്ക് ഇവിടുന്ന് കാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് നമുക്ക് മോസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഇതുണ്ടല്ലോ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രകൃതി തരുന്നുണ്ട്. അമ്പ ഇത് പറിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടുള്ള കാര്യമാണ്. എന്നെ കടന്ന് വിളിച്ച് അലറുന്നുണ്ട് ഗായ്സ്. അയ്യോ നിങ്ങൾ എന്തൊക്കെയോ ആയോ ഗായ്സ്, പേടിക്കണ്ട കേട്ടോ. ഞാനിത് ചെടി പറിച്ചതിൻ്റെ ഒരു എഫക്റ്റാണ് ഗായ്സ് നിങ്ങൾ കണ്ടത്. അങ്ങനെ നമുക്ക് ധാരാളത്തിലുള്ള ഓർക്കിഡ്സും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പൊളി പഠിക്കാം. എനിക്ക് ഓർക്കിഡ്സിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, മോസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ഇവിടെ പോയി ഗൈസ്. അയ്യോ ബക്കറ്റ് കാണുന്നില്ലേ. ബക്കറ്റ് നമ്മൾ അവിടെ എങ്ങനെ വെച്ചിട്ടില്ല, ഇങ്ങോട്ട് ഓടി വന്ന് ഈ ചെടി പറിച്ചതിൻ്റെ ഇതിൽ ഞാൻ ബക്കറ്റ് അടക്കതായി പോയിട്ട് അവർ പോയി. നമുക്ക് അത്യാവശ്യമുള്ള ഓർക്കിഡ്, ഇതേ സ്പെഷ്യൽ ഓർക്കിഡൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മേ ഇനിയിപ്പോൾ ഇരുന്നും കിടന്നൊക്കെ പോകേണ്ടി വരും. കാരണം ചെരുപ്പിനൊന്നാമത്തെ ഗ്രിപ്പില്ല കൈസ്. ഹവായി ചെരുപ്പല്ലേ മോസ്റ്റ് അവസ്ഥയാണ്. കാരണം ഹവായി എന്നല്ല ചേട്ടൻ പറഞ്ഞ പോലെ ഇതുവരെ പൊട്ടിയിട്ടില്ല കേട്ടോ. കാരണം പൊട്ടില്ല, ബ്ലേഡ് പോലെ പോവെങ്കിലും പൊട്ടില്ല. ഇതുണ്ടോ ഇപ്പം ഞാൻ എൻ്റെ കാല് അയ്യോ ഉണ്ടോ സർവൈവ് ചെയ്യണം. അമ്പടാ ഓക്കെ. നമ്മുടെ ബക്കറ്റ് ഇതല്ലേ ഇത് അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ മോനെ ഗൈസ് കണ്ടോ നല്ല ഒന്നാം തരം അടിപൊളി സ്പെഷ്യൽ ഓർക്കിഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലീഫൊക്കെ കണ്ടോ വെരി സ്പെഷ്യലാണ്. അപ്പോൾ കുറേ ടൈപ്പ് ഓഫ് സ്പെഷ്യാലിറ്റീസ് വീട്ടിൽ തന്നെ ഞാനിപ്പോൾ അഞ്ച് സ്പെഷ്യാലിറ്റികൾ ഉണ്ടാകാണ്ട് ഞാൻ പറിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് 2 എണ്ണത്തിന് പൂവ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ പൂവൊക്കെ നമ്മൾ കാണിച്ചു തരും കേട്ടോ. അമ്മേ ആ പൂവ് വന്നപ്പോൾ തന്നെ എനിക്ക് എന്നാ സന്തോഷമായെന്നറിയോ. നമ്മൾ നടന്ന് അടിച്ചടിക്കും ഒക്കെ പൂ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ, വലിയ സന്തോഷമുള്ള കാര്യം തന്നെ. അമ്മേ ബക്കറ്റ് പിടിച്ച് കാഴ്ച മടുത്തു. അപ്പോൾ നമ്മൾ നടന്നു പോകണത് നല്ല മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. അമ്മേ അങ്ങനെ ഇതേ മഴയത്ത് നമ്മൾ കയ്യിൽ ഇതൊക്കെ പിടിച്ചിട്ട് വീട്ടിലേക്ക് നടക്കുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ നമ്മുടെ പുളിമരത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ. കണ്ടോ നമ്മുടെ സ്വന്തം പുന്നാര പുളിമരമാണ് കേട്ടോ. അപ്പോൾ ഈ പുളിമരത്തിൻ്റെ ചോട്ടിക്കൂടിയാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് എപ്പോഴും തന്നെ അരിക്കൂണുകൾ കിട്ടുന്നത് ഈ പുളിമരത്തിൻ്റെ ചോട്ടിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ മോസ്റ്റ് കാടായിരുന്നു. അപ്പം വന്നിട്ട് കാടൊക്കെ ഫുൾ വെട്ടി ശരിയാക്കി
പിന്നെ ഈ കൂണ് വേറെ വേറെ പറമ്പിലേക്ക് ഇങ്ങനെ മാറി 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 പറന്ന് പോകും കൂണിൻ്റെ അരികൾ. അപ്പോൾ കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമാണെന്ന് അറിയില്ല, നമ്മുടെ പറമ്പിലുണ്ടായിരുന്ന കൂണ് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ വന്ന് പറിച്ചിട്ടൊക്കെ പോയി. നമ്മൾ പറിക്കാനൊന്നും ചെന്നില്ല കേട്ടോ. അതിന് കൂണ് കണ്ട ആരും നമുക്ക് തരില്ല. നമ്മുടെ പറമ്പിലാണേലും ആരുടെ പറമ്പിലാണേലും കൂണ് ആര് കണ്ടാലും വന്ന് പറിച്ചെടുത്തോണ്ട് പോകും. പിന്നെ അവരോട് എങ്ങനെയാണ് നമ്മൾ വേണ്ടെന്ന് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരു നമ്മുടെ പറമ്പാണെങ്കിലും ഒരു ഇതാണ് ഗൈസ്. വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷേ പറിക്കരുത് എന്ന് പറയുമ്പോൾ എന്തോ ഒരു പോലെ അല്ലേ. അപ്പോൾ നമുക്കതൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതാ ബക്കറ്റൊക്കെ പിടിച്ച് നമ്മളിനി വീട്ടിലേക്ക് നടക്കുകയാണേ. നമ്മുടെ പറമ്പൊക്കെ കണ്ടല്ലോ ഗൈസ്. തിരിച്ചു പോകുന്ന വഴിക്കത്തെ വീഡിയോ ആണല്ലോ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വ്ളോഗ് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇട്ടിട്ടുണ്ട്. അമ്പട ക്യാമറ ഫുള്ള് വെള്ളത്തിലേക്ക് ആയല്ലോ. അപ്പോൾ സ്പീക്കർ അടഞ്ഞാണോ ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുത്ത വീഡിയോസൊന്നും ഞാൻ കേട്ട് നോക്കിയില്ല. അങ്ങനെ നമ്മൾ നോക്ക് വേറൊരു വഴി കൂടിയാണ് വന്നത് കേട്ടോ. കിണറിൻ്റെ അടുത്തൂടെ അല്ല വന്നത്, കിണറിൻ്റെ അടുത്തൂടെ നമ്മൾ കയറിയില്ല കേട്ടോ. ഇപ്പം പിന്നെ നമ്മളോട് ആകെ അവസ്ഥയായിട്ടിരിക്കുവാണ്. നമ്മളോട് വെള്ളം എടുക്കരുതെന്ന് പറഞ്ഞേക്കുവാണ് ആൻറ്റിയൊക്കെ. അതുകൊണ്ട് തന്നെ ആകെ അവസ്ഥയായിട്ടിരിക്കുക ഞങ്ങൾ. നമ്മളിപ്പോൾ വെള്ളം കോരിക്കൊണ്ട് വന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞ് വെള്ളം എടുക്കരുത്, മോട്ടറൊക്കെ അടിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് വലിയൊരു അവസ്ഥയിലാണ് കിടക്കുന്നത്. അറിയില്ല, ഓരോ അവസ്ഥകളായിട്ട് അറിയാതെ എൻ്റെ വായിന്നിങ്ങനെ പുറത്ത് വരിക. എല്ലാം പറയാൻ സമയമാവുന്നു. എല്ലാവരോടും ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ഞങ്ങളെല്ലാം പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതാ മോസ്റ്റായിട്ട് ഓർക്കിടൊക്കെ തെമ്മൂട്ടേ ഇതുണ്ട് നമ്മുടെ തെമ്മാടി നോക്കി ഇരിക്കുന്നത്. എന്താടാ അവനെന്നെ കണ്ടിട്ട് പകച്ചു പോയിട്ടോ. ഉണ്ടോ ഓർക്കിഡൊക്കെ പറിച്ച് വീട്ടിലങ്ങനെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഹലോ ഗൈസ്. അമ്മേ ഞാൻ ഓർക്കിഡ് കണ്ടോ അമ്മച്ചി? ഓർക്കിഡ് കണ്ടതിൽ എനിക്ക് വേറെ 2 ടൈപ്പ് ഓർക്കിഡ് കിട്ടും അമ്മച്ചി. എന്താ അമ്മച്ചി? ഹലോ എന്തേലും പറയാട്ടോ. എന്താ അമ്മച്ചി? അവിടുന്ന് കിട്ടിയതാന്നേ ഞാൻ പറഞ്ഞ ഇവിടെ കണ്ടിട്ട് പിന്നെ എനിക്ക് പറയാവുന്നത്. കുഞ്ഞേ എന്റെ ദൈവമേ നോക്കിക്കേ. എന്റെ കുഞ്ഞിക്കളം കണ്ട കഴിച്ച ഓടി വന്നത്. എന്റെ കുഞ്ഞാത് എന്താ ഗൈസ് ഇത് കണ്ടോ ഗൈസ്? എൻ്റെ ഓർക്കിഡ് ഞാൻ നട്ടയാണ് കേട്ടോ. ഉണ്ടോ അതൊക്കെ ഉണ്ടോ നല്ല തഴച്ച് വളർന്നു വന്നേക്കുന്നത്. ഇതാണ് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് മാത്രമല്ല എന്തേ പിന്നെ ഇതാ ഇവിടെ ഒരു തേങ്ങ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പൂവെന്ന് വെച്ചേ അതല്ലേ ഞാൻ പറഞ്ഞേ ഗൈസ്. ഞാൻ പറഞ്ഞേ ഓർക്കിഡിൽ മോസ്റ്റ് ആയിട്ട് പൂവുണ്ടാവുന്നു. ഇതുണ്ടോ ഹായ് കാട്ടിന്ന് നമുക്ക് കിട്ടിയ ഓർക്കിഡാണ് ഗൈസ്. നോക്ക് അതിൻ്റെ പൂ നോക്ക് എന്ത് സ്പെഷ്യൽ എന്നുണ്ടോ. അത് അടുത്തൊരു പൂവേ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങുന്നുള്ളൂ. ഇതുണ്ടോ അതിൻ്റെ ഇല ഇതാണ്. ഇതുണ്ടോ അതിൻ്റെ ഇല ഇത് ഈ ടൈപ്പിലാണ് വന്നേക്കുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കണ്ടോ ഇത് വേറെ ടൈപ്പാണ് ഗൈസ്. ഇതുണ്ടോ ഇങ്ങനത്തെ ഓർക്കിഡൊക്കെ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ എത്ര രൂപ അങ്ങോട്ട് എണ്ണി കൊടുക്കണം അല്ലേ? പക്ഷെ നമുക്കിത് പ്രകൃതി പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പം നമുക്കിത് 2 ടൈപ്സ് ഓഫ് ഓർക്കിഡ്സ് ആണ് ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെ അമ്മച്ചി ഇതേണ്ടോ നമുക്ക് സ്പെഷ്യൽ ടൈപ്പുള്ള ഓർക്കിഡ്സ് കിട്ടിയിട്ടുണ്ട്. ഇടാട്ടോ കണ്ടോ ഇവിടെ നമ്മള് ഹലോ പ്ലേസ് വലിയ പറയാം കേട്ടോ. ഇതുണ്ടോ നമുക്ക് എത്ര ടൈപ്പ് ഓർക്കിഡ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നോക്ക് ഗൈസ്. ഓ വാവ് അമ്മേ ഗായ്സേ മോസ്റ്റ് ആയിട്ട് കണ്ടോ. ഇതുണ്ട് ഇതൊരു ഓർക്കിഡാണ്. ഇതൊരു വേറെ ടൈപ്പാണ്. ഇതുണ്ട് 2 കളർ കണ്ടോ. പിന്നെ ഇത് കണ്ടോ ഇത് ഞണ്ടിന്റെ ഇറുക്ക് കാല പോലെ ഇരിക്കുന്ന ഓർക്കിഡ്. ഇതുണ്ടോ ഇത് 2 കളറുണ്ട്, പച്ചയുണ്ട് ബ്രൗൺ ഉണ്ട്. പിന്നെ ഒന്നുണ്ടോ ഇതിപ്പോ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന ഓർക്കിഡാ. ഇതിന്റെ ഇല കണ്ടോ. ഇതിന്റെ ഇല തന്നെ മോസ്റ്റ് വെറൈറ്റി ആണ് ഗൈസേ. പിന്നെ ഏതാ ഇതുണ്ടോ ഇതിപ്പോ നമ്മൾ കാണിച്ച പോലത്തെ ഉണ്ടോ. ഇതിനുണ്ടോ മൊട്ട് വന്നിട്ടുണ്ട്. പൂ വരാൻ വേണ്ടിയിട്ടുള്ള മൊട്ടാണ് ഗൈസ് കാണുന്നത്. പിന്നെ ഇത് ബ്രൗൺ പൂ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പൊ അങ്ങനെ മോസ്റ്റ് വെറൈറ്റീസ് ഓഫ് വെറൈറ്റി ആണ് ഗൈസ് നമുക്ക് ഓർക്കിഡ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മോസ്റ്റ് ആയിട്ട് നടണം. അപ്പോൾ നമ്മളങ്ങനെ നടന്ന് നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അവസ്ഥ ആയതുകൊണ്ട് മഴവെള്ളം പിടിച്ചു വെച്ചിട്ട് വേണം നമുക്കിപ്പോൾ കാലൊക്കെ കഴുകാം അല്ലേ അമ്മേ? ഇവിടെ ചിലരുണ്ടോ മാങ്ങ ഉണ്ടോ കൊത്തി തിന്നുന്നേ. അപ്പം നമുക്ക് മാവിൻ്റെ ചോട്ടിലും കൂടി പോയിട്ട് മാങ്ങയും കൂടി പറിച്ച് തിന്നിട്ട്. ഹലോ ഗായ്സ് ഇതുകൊണ്ട് ഇവിടെ ചിലർ തുറന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹലോ രസം കിട്ടോ?
അപ്പോൾ രാസ്നാഥ് എനിക്ക് ഉണ്ട് ഗൈസ്. ഇതുണ്ടോ നമ്മുടെ മോസ്റ്റ് മിററാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് രാസ്നാഥ് അതിന് മുമ്പ് ഞാൻ മാമ്പഴം ഉണ്ടെന്ന് ഞാനും കൂടി ഒന്ന് പോയി തപ്പി നോക്കട്ടെ. ഇവിടെ പങ്കനാണ് എപ്പോഴും നമ്മുടെ മുകളിലത്തെ മാവിലെ മാങ്ങ പറിച്ച് എപ്പോഴും തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങ ഉണ്ടെന്ന് നോക്കാം. ആമ്പൽപ്പൂ മുട്ടൊന്നും വിരിഞ്ഞില്ല ഗൈസ്. ഉണ്ടോ മുട്ട് വിരിഞ്ഞിട്ടില്ല. രാവിലെ വിരിഞ്ഞായിരുന്നു. ഈവനിങ് ആകുമ്പോഴേക്കാണെങ്കിലും മുട്ട് ഇതാവുമല്ലോ, വിരിയാതാവുമല്ലോ, മീൻസ് മുട്ടാവും എന്തൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഞാനൊരു മാമ്പഴം രാവിലെ പങ്കം കാണാതെ എടുത്തിട്ടായിരുന്നു കേട്ടോ. രാവിലെ ഞാൻ ആദ്യം പാലിന് പോകുന്നേ. ഞാൻ പാലിന് പോയി കഴിഞ്ഞ ഭയങ്കര ഓടിയിട്ട് മാവിൻ്റെ ചോട്ടിൽ ഫുള്ള് പങ്കം പരതും. എന്നിട്ട് മാമ്പഴമുള്ളത് മുഴുവനും ഞങ്ങൾ കാണാതെ മാവിൻ്റെ ചോട്ടിൽ തന്നെ അതിൻ്റെ കൊച്ചു മുഴുവൻ തിന്നും. ഈ മാവിലെ മാങ്ങയ്ക്ക് ഭയങ്കര മധുരമാണ്, വേറെ ഒരു രുചികളും ഇല്ല. മോസ്റ്റ് ജ്യൂസിയാണ്. നമ്മളന്ന് മഴയത്ത് നിറയുന്ന വ്ളോഗിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മാഞ്ചോട്ട് നിന്നിട്ട് മാങ്ങ പെറുക്കി തിന്നുന്ന വ്ളോഗ്. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ മാവ് എന്ന് പറയുന്നത്. ഇതുണ്ടോ മോസ്റ്റ് ആയിട്ട് എത്ര മാങ്ങയാണ്, ഇഷ്ടം പോലെ മാങ്ങകൾ ധാരാളത്തിന് മുകളിലുണ്ട്. ഇല്ല ഗൈസ്, അപ്പം നമുക്കിത് കഴുകിയിട്ട് നമുക്ക് തിന്നണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഞാൻ കൊച്ചു കാണാതെ മാറ്റി വെച്ചാണ്, എന്തായാലും കൊച്ചു കണ്ടിട്ടില്ല. ഇതിപ്പോൾ കഴുകിയൊന്നും തിന്നരുത് നമ്മൾ, മനസ്സിലായില്ലേ? നമുക്ക് മാവ് നമുക്ക് മോസ്റ്റായിട്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴുകിയൊന്നും തിന്നാൻ പാടില്ല. മേത്ത് ഓൾറെഡി തന്നെ നനവുണ്ടായിരുന്നു. അപ്പോൾ ആ നനവിൽ തന്നെ നമ്മളങ്ങോട്ട് തിന്നണം കേട്ടോ. ഇല്ലണ്ടാ എൻ്റെ ദൈവമേ, അടിപൊളിയാ. രുചി മാറുന്ന എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. സോറി ഗൈസ്. നോക്ക്, ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് ചുമന്നു. അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ല ഒരു ടേസ്റ്റില്ല. മീൻസ് നമുക്കിപ്പം മാമ്പഴമൊക്കെ വീഴുവാണെങ്കിൽ ഗോമാങ്ങയൊക്കെ ആണെങ്കിൽ പഴുത്ത് അധികമായിട്ട് നമുക്കൊരു ചൊവയൊക്കെ വരും, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഇതിന് ചൊവയൊന്നുമില്ല. ഒന്ന് മോസ്റ്റോട് ഇല്ല പോടാണ് മോശം, നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇതുണ്ടോ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട് വെച്ച്. ഇവിടെ എത്തിപ്പോഴത്തെ സമയം 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഉണ്ടോ നമ്മുടെ മോസ്റ്റായിട്ട് മാങ്ങ തിന്ന് ഒരു നല്ല ഫ്രഷ് ബാത്തൊക്കെ എടുത്തിട്ട് വരട്ടെ. അപ്പോൾ മോസ്റ്റായിട്ട് ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ ബൈ, ലവ് യു സോ മച്ച് ഗൈസ്. കേട്ടോ.